ഗീതാഞ്ജലി രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. രാവിലെ അടുക്കളയിൽ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് ഗീതാഞ്ജലി വന്ന് നോക്കിയപ്പോൾ 10 വയസ്സുകാരൻ കാശിനാഥ് ഉറക്കം തൂങ്ങിക്കൊണ്ട് യൂണിഫോം ധരിക്കുകയായിരുന്നു. നീ ഇനി റെഡിയായില്ല കാശി? അവൾ തലയിൽ കൈവച്ചു. വണ്ടി ഇപ്പൊ എത്തും, ഇന്നും ആ ഡ്രൈവറുടെ ചീത്ത ഞാൻ കേൾക്കുമല്ലോ. അവൾ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടു, പിന്നെ മുടി ചീകിയതുക്കി. ഇന്ന് പോണോ അമ്മേ? ദേശക്ക നല്ല അടി കിട്ടുവേ. സ്കൂളിൽ പോകുന്ന ദിവസം മാത്രമാണ് എനിക്ക് ഉറക്ക ക്ഷീണം. ലീവ് കിട്ടുമ്പോൾ 6 മണിക്ക് തന്നെ വിളിക്കാതെ എണീക്കും. ഈ മടി നല്ലതിനല്ല കേട്ടോ. അവൾ ലഞ്ച് ബോക്സ് കാശിനാഥിന്റെ ബാഗിൽ വെച്ചു. അപ്പോഴേക്കും പുറത്ത് സ്കൂൾ ബസിന്റെ ഹോണടി മുഴങ്ങി. ഗീതാഞ്ജലി കുഞ്ഞിന്റെ കൈയും പിടിച്ച് ബാഗും എടുത്ത് പുറത്തേക്ക് ഓടി. അവനെ ബസ്സിൽ കയറ്റി വിട്ടൊന്ന് നെടുവീർപ്പെട്ട് തിരിയുമ്പോഴാണ് വീടിന്റെ മുകൾ നിലയിൽ ആദിത്യനെ കണ്ടത്. കോഫി ഊതി കുടിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് അലക്ഷ്യമായി നോക്കി നിൽക്കുകയാണ്. അവൾ വീടിന്റെ സൈഡിലുള്ള സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി. അതെ, ഇന്ന് 5-ാം തീയതിയായി. മുകളിലെത്തിയ ഉടനെ മുഖവരെയൊന്നുമില്ലാതെ ഗീതാഞ്ജലി പറഞ്ഞു. 1-ാം തീയതി കൃത്യമായിട്ട് വാടകരാന്ന് പറഞ്ഞിട്ടാ നിങ്ങളിവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ച്. അവൻ കപ്പ് ടേബിൾ വെച്ച് ചാരുപടിയിലിരുന്നു. 4 ദിവസമല്ലേ ലേറ്റ് ആയുള്ളൂ, ഞാനിവിടുന്ന് ഓടിപ്പോകുന്നില്ല. അവന്റെ കൂസില്ലായ്മ കണ്ടപ്പോൾ ഗീതാഞ്ജലിക്ക് എരിഞ്ഞു കയറി. ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു മാസം താൻ വാടക സമയത്ത് തന്നിട്ടുണ്ടോ? എനിക്ക് തന്നെ പുറകിടക്കലല്ലേ ജോലി. പറ്റില്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് ഇറങ്ങിക്കോ. ചേടാ, ഇതെന്തൊരു കഷ്ടം. എന്റെ കൊച്ചെ കയ്യിലുണ്ടായിരുന്ന കാശ് വേറെ ആവശ്യത്തിന് ചെലവാക്കേണ്ടി വന്നു. അതിന് നേരം പോലും ഒന്ന് ചീത്ത വിളിക്കണോ? ഇന്ന് വൈകുന്നേരത്തോളം തന്റെ കാശ് ഞാൻ തന്നിരിക്കും. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അവൾ ദേഷ്യം കടിച്ചമർത്തി തിരിഞ്ഞടന്നു. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വീട് കൂട്ടി സ്കൂട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ആദിത്യൻ മുകൾ നിലയിലെ ചാരുപടിയിൽ നിന്ന് സിഗരറ്റ് പോക്കുന്ന വെറുപ്പോടെ നോക്കി അവൾ സ്കൂട്ടി മുന്നോട്ടെടുത്തു. നഗര തിരക്കൾക്കിടയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഗീതാഞ്ജലിയുടെ മനസ്സിലെ ആദിത്യന്റെ പരിഹാസ ചിരിയായിരുന്നു. അല്ല, തനിക്കിത് കിട്ടണം. കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഏതൊരുത്തന്നെ സ്വന്തം വീട്ടിൽ വാടക താമസിപ്പിച്ച് തന്നെ മാത്രം തെറ്റ്. മോളെ, എനിക്ക് നേരിട്ടറിയാവുന്ന പയ്യനാ, ഒരു പാവം. ഇവിടുത്തെ സ്കൂളിലെ മാഷ, വീടങ്ങ് വടക്കോട്ടാ. വെളുക്കെ ചിരിച്ചുകൊണ്ട് അന്ന് മണിയേട്ടൻ പറഞ്ഞ ഓർമ്മയിലെത്തി. ഇവിടെ കുറെ ആയിട്ട് നല്ലൊരു താമസ സ്ഥലം നോക്കുന്നു, പക്ഷെ സെറ്റാവണ്ടേ. അവന് ഒരുപാട് ആളുകളുടെ കൂടെയൊന്നും പറ്റൂല. നീ അതെന്താ മണിയേട്ടാ? ഇച്ചിരി എഴുത്തും വായനയൊക്കെ ഉള്ള കൂട്ടത്തിലാ. ശാന്തമായ അന്തരീക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മോളുടെ കാര്യം ഓർമ്മ വന്ന്. ഇവിടാകുമ്പോ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കൊരു സഹായമാവും. വല്ലാത്തൊരു കാലല്ലേ ഇത്. ചുറ്റും കള്ളും കഞ്ചാവ് ഒടിച്ച് ബോധമില്ലാതെ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. നീയും മോനിവിടെ തനിച്ചല്ലേ? അങ്ങനത്തെ പേടിയൊക്കെ വിട്ടുമാറിയിട്ട് വർഷങ്ങളായി. ഈ വരുന്നവന് അതുപോലെയാണെങ്കിൽ എന്ത് ചെയ്യും? ലഹരി ഉപയോഗിക്കാതെ ക്രൂരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ, അവൻ എനിക്ക് നന്നായിട്ട് അറിയാന്ന്. മണിയേടന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സമ്മതിച്ചത്. ആദ്യം ന്യൂ ലൈഫ് ഹോസ്പിറ്റലിൽ 3 നഴ്സുമാരാണ് അവിടെ താമസിച്ചിരുന്നത്. അവരൊരേ സമയത്ത് ജോലി മതിയാക്കി പോയി. പിന്നെ ബ്രോക്കർ മണി പലരെയും കൊണ്ടുവന്നെങ്കിലും ഗീതാഞ്ജലിക്ക് ബോധിച്ചില്ല. തന്റെയും മോനെയും സ്വകാര്യതയിലേക്ക് അറിയാതെ പോലും കൈകടത്തുന്നവരാവരുതെന്നായിരുന്നു അവളുടെ ഡിമാൻഡ്. അത് അംഗീകരിച്ച് തന്നെയാണ് കയ്യിലൊരു ചെറിയ ബാഗുമായി ആദിത്യൻ അവിടേക്ക് വന്ന്. ബ്ലൂ കളർ ജീൻസും ചുളുങ്ങിയ കറുപ്പ് ടീഷർട്ടുമായിരുന്നു അന്നവന്റെ വേഷം. കുറ്റിത്താടി രോമവും പാറിപ്പറന്ന മുടിയും കണ്ണുകളിലെ നിർവികാരമായ ഭാവവും ഒക്കെ കണ്ടിട്ട് അവനൊരു അധ്യാപകനാണെന്ന് ഗീതാഞ്ജലിക്ക് തോന്നിയതേയില്ല. 2 ചെറിയ ബെഡ്റൂമും മുമ്പിലും പിറകിലും വരാന്തകളും ഒരു ചെറിയ ഹാളുമുള്ള മുകൾ നിലയിൽ അതൃപ്തിയോടെ കണ്ണോടിക്കുമ്പോഴും ആ മുഖത്ത് പരിഹാസം തന്നെയായിരുന്നു. രാവിലെയോ വൈകിട്ടോ ഇടയ്ക്കിടെ കാണും. ആ ദിവസങ്ങളിൽ ഡോർ അടഞ്ഞു തന്നെ കിടക്കും. ഒരു ദിവസം മോൻ ചോരിലേക്ക് ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു കളിക്കുന്ന ശബ്ദം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് ദേഷ്യപ്പെട്ടപ്പോഴാണ് അവനോട് ആദ്യം വെറുപ്പ് തോന്നിയത്. നിങ്ങൾ പറഞ്ഞ കാശ് അഡ്വാൻസ് തന്നിട്ടാ ഞാനിവിടെ താമസിക്കുന്നത്, അല്ലാതെ ഔദാര്യത്തിനല്ല. അന്ന് അവൻ അലറുകയായിരുന്നു. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് കിടക്കാനാണെങ്കിൽ എനിക്ക് വല്ല ലോഡ്ജിലും മുറിയെടുത്താൽ മതിയായിരുന്നല്ലോ. രാത്രി മുഴുവൻ ടിവിയുടെ സൗണ്ട്, പകരാണെങ്കിൽ ഇങ്ങനെയും. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നിങ്ങളാ. യാതൊരു പരിചയമില്ലാത്തൊരുത്തും ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്റെ കളി മുഴുവൻ അന്ന് താൻ കാശിയോട് തീർത്തു. രാത്രി ഉറങ്ങാതെ ക്രിക്കറ്റ് ബോൾ മാറോട് ചേർത്ത് പിടിച്ച് ശബ്ദം പുറത്തു വരാതെ കരഞ്ഞ മോനെ കണ്ട് നെഞ്ചു വിങ്ങിപ്പോയി. ഇങ്ങനെ ഒരുത്തിനെ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലെന്ന തീരുമാനമെടുത്തെങ്കിലും മണിയേട്ടൻ ഇടപെട്ടതിനാൽ മാത്രം ഒതുങ്ങിയതാണ്. അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വയ്യ. അച്ഛന്റെ ബാല്യകാല സുഹൃത്താണ്. ഇന്ന് എന്താവശ്യത്തിന് ഓടിയെത്തുന്ന ഒരേ ഒരാൾ. അറേബ്യൻ ബൈറ്റ്സ് എന്ന ബോർഡ് വെച്ച ഷോപ്പിന് മുമ്പിൽ ഗീതാഞ്ജലി സ്കൂട്ടി ഒതുക്കി നിർത്തി. അവിടെ ഓംനിവാനിൽ ചാരിയുന്നുകൊണ്ട് നിസാമാരുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ആരോടെ രാവിലെ തന്നെ കുറുകുന്നു? പുതിയ വല്ല വള്ളിയാണോ? മിനിഞ്ഞാന്ന് ഷവർമ കഴിക്കാൻ വന്ന ആ പെങ്കുച്ചില്ലേ, അനൂപേണ്ട ഓഫീസിലെ പുതിയ സ്റ്റാഫ്, പേര് സബൂറ. ഓളാ. നിസാം ചിരിച്ചു. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേക്കും വളച്ചോ? നീ ഈ ഷോപ്പ് മിക്കവാറും പൂട്ടിക്കും. കാര്യം നിന്റെ അളിയനെ മുതലാളി എന്ന് വെച്ച് കോഴിത്തരത്തിനൊക്കെ ഒരു പരിധി വേണ്ടേ? ചേച്ചിക്ക് അസൂയ ചേച്ചി. പിന്നെ ഒന്ന് പോചേക്ക. അവൾ ഓമ്നിയിൽ കയറി. നിസാം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എടാ, സാധനങ്ങൾ വാങ്ങിയ ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോകും. നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ മുനീറിനോട് പറയണോ? കുഴപ്പമില്ല ചേച്ചി, മുനീർക്കോട് ഞാൻ പറഞ്ഞോളാം. എന്താ പരിപാടി? ബാങ്കിലൊന്ന് പോകണം. പിന്നെ മോൻ്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ചേച്ചിക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ മോനോട് പറഞ്ഞൂടെ? രാത്രി അവന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തണം.
പറഞ്ഞതാണ്, കാശിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവനൊരു നാണം കുണിയാ. ആൾക്കാരോട് സംസാരിക്കാൻ മടി. വീട്ടിലാവുമ്പോൾ എന്തെങ്കിലും പഠിച്ച് ഫുഡ് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങിക്കോളും. ഈ പ്രായത്തിലെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കുന്ന നല്ലതല്ലേ? അതൊക്കെ, പക്ഷെ നാണം കുണിയായി വളർത്തിയത്. അതൊക്കെ എന്നെ കണ്ടുപിടിക്കുക. ആൾക്കാരോട് സംസാരിക്കാൻ പോലെ മടിയുണ്ട് എനിക്ക്. ഇല്ല, പ്രത്യേകിച്ച് പെൺപിള്ളേരോട്. തൽക്കാലം കാമദേവൻ വണ്ടിയെടുക്ക്. നിസാം മൂളിപ്പാട്ട് പാടിക്കൊണ്ട് ഓംനിവാൻ റോഡിലേക്ക് ഇറക്കി. അറേബ്യൻ ബൈറ്റ്സ് എന്ന ഷോപ്പിലെ അക്കൗണ്ടന്റും മാനേജറും എല്ലാം ഗീതാഞ്ജലിയാണ്. രാവിലെ ഷോപ്പിലെത്തി അന്നത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്ന അവൾ തന്നെ. 12 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആവും, രാത്രി 12 വരെ. പക്ഷെ അവൾ നേരത്തെ എത്തുന്നതുകൊണ്ട് തന്നെ രാത്രി നേരത്തെ പോകാൻ അനുവാദം കടയുടമ മുനീർ കൊടുത്തിട്ടുണ്ട്. എന്നാലും വീട്ടിലെത്തുമ്പോൾ 10 മണിയാവും. അപ്പോഴേക്കും കാശിനാഥ് ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് നേരത്തെ എത്താൻ കഴിയുന്ന ജോലിക്ക് ശ്രമിക്കാത്ത തനിക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം വേറെ എവിടെയും കിട്ടില്ലെന്നുകൊണ്ടാണ്. പർച്ചേസിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നിസാമിനെ ഏൽപ്പിച്ച് സ്കൂട്ടിൽ കയറുമ്പോഴാണ് മൊബൈൽ ശബ്ദിച്ച്. അവളെ എടുത്തു നോക്കി നിഖിൽ. അവൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. നീ ഇവിടെ ഷോപ്പിലാണോ? അതെ. ഇന്നലെ അത് ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കാഞ്ഞ്? ഞാനെന്ത് പറയാനാ? ഓ, ഇപ്പൊ അങ്ങനെയായില്ലേ? അവന്റെ ശബ്ദത്തിൽ അതൃപ്തി പ്രകടമായി. ഒരു കാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറക്കരുത്. ഇപ്പൊ നിനക്ക് പുതിയ കൂട്ടുകെട്ടൊക്കെ കിട്ടിയപ്പോ ഞാൻ പുറത്ത്. ഗീതാഞ്ജലി ഒന്നും മിണ്ടിയില്ല. ശരി ആയിക്കോട്ടെ, നമുക്ക് പഴയ പോലെ ആയിക്കൂടെ? എനിക്ക് നിന്നെ കാണണം. ഞാനൊന്ന് പുറത്തു പോയാ ഈവനിങ് വിളിക്കാം. ആൾ കോൾ കട്ട് ചെയ്ത് മൊബൈൽ ബാഗിലിട്ടു. ബാങ്കിലേക്കുള്ള യാത്രയിലൂടെ നീളം നിഖിലിന്റെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങിയായിരുന്നു. ശരിയാണ്, ഒരു കാലത്ത് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠനകാലത്ത് സപ്പോർട്ട് അവനായിരുന്നു. പിന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ടിരുന്ന സമയം ആത്മവിശ്വാസം പകർന്നെന്നും അവൻ തന്നെ. പക്ഷേ ഇന്ന് അതിന്റെ വിലയായി ചോദിക്കുന്നത് തന്റെ ജീവിതമാണ്. അതെങ്ങനെ നൽകും? കാശിക്ക് അവന് ഇഷ്ടമല്ല. അതിന്റെ കാരണം എത്ര ചോദിച്ചിട്ട് ഇതുവരെ കാശി പറഞ്ഞിട്ടുമില്ല. പണ്ട് നീല 1-2 വട്ടം കാശിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം പലതവണ ക്ഷണിച്ചിട്ടും കാശി ഒഴിഞ്ഞു മാറി. നീലുമായിട്ടുള്ള തന്റെ സൗഹൃദം അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ കൂടിക്കാഴ്ചകൾ കുറച്ചതുമാണ്. എന്നിട്ടും തന്നെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് എന്തുകൊണ്ട് നിഖിൽ പിന്മാറുന്നില്ല? അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് തനിക്കുള്ളത്? വിവാഹമോചിത, 10 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. അമ്മയേട്ടനും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നിഷേധിയായ ഒരു പെണ്ണ്. ഈ എന്നെ തന്നെ ജീവിതം സഖിയാക്കണമെന്ന് എന്തിനാ അവൻ ഇത്ര വാശി? സ്നേഹവും പ്രണയവും ഒന്നുമില്ലാത്ത സുഹൃത്തുക്കൾ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥം? തനിക്ക് അവൻ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇനി അതിന് കഴിയുകയുമില്ല. എന്തുകൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കുന്നില്ല? പൊരുത്തപ്പെടാൻ കഴിയാത്തവർ പിരിയുന്നതാണ് നല്ലതെന്നതിന്റെ ഉദാഹരണമായി തന്റെ ജീവിതം മുന്നിലുണ്ടല്ലോ. എടോ, നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ സ്വന്തം മുടി പിടിച്ചു വലിക്കുന്ന മറ്റൊരു രൂപം ഉമേഷ്. കാര്യം നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ കിട്ടിയത്. അന്നും എന്റെ വീട്ടുകാർ പറഞ്ഞ ഈ ബന്ധം വേണ്ടെന്ന്. ഇപ്പൊ 2.5 വർഷമായി. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ബെഡിൽ പോലും എനിക്ക് നല്ലൊരു പാർട്ട്ണറാവാൻ എനിക്ക് കഴിഞ്ഞു. നെവർ. ശവം പോലെ കിടന്നിരുന്ന നല്ല സെക്സ്. വാക്കുകൾക്ക് ചാട്ടവാർ കൊണ്ടുള്ള അടിയേക്കാൾ വേദനയുണ്ടായിരുന്നു. മാനസികമായ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ കുടുംബക്കാരുടെ തീരുമാനത്തിൽ നടന്നൊരു കല്യാണം. അത് ശരിക്കും ഒരു ഭാരം ഒഴിവാക്കലായിരുന്നു. തൂത്തുക്കുടിയിൽ സീ ഫുഡ്സ് എക്സ്പോർട്ടിംഗ് ബിസിനസ് നടത്തി അവിടെ തന്നെ സെറ്റിൽഡായ ഏട്ടനും ഭാര്യയ്ക്കൊപ്പം താമസിക്കാൻ വേണ്ടി അമ്മ കണ്ടെത്തിയൊരു മാർഗം. മോളെ ആരെങ്കിലും ഏൽപ്പിക്കുക. TTC പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഉമേഷ് നാരായണൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ഭാര്യയായി ആ വീട്ടിലെത്തിയ മുതൽ വിവാഹമോചനം വരെയുള്ള 2.5 വർഷക്കാലം കണ്ണീർ മഴ തോർന്നിട്ടില്ല. അതിനയാൾ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. അയാളുടെ സങ്കല്പത്തിലെ ഭാര്യയാവാൻ കഴിയാത്ത തന്റെ മാത്രം കുറ്റമാണ്. ബെഡിൽ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി നോക്കണമെന്നും കാമത്തോടൊപ്പം പ്രണയം പങ്കുവെക്കണമെന്നും ഒക്കെയാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ വൈൽഡ് സെക്സ് എന്ന പേരിൽ ഏകപക്ഷീയമായ ജയമാണ് അയാൾ ആഗ്രഹിച്ചത്. അത് കൊടുക്കാൻ കഴിയാതിരുന്ന് തന്റെ തെറ്റ് തന്നെ. ശരീരവും മനസ്സും ഒരുപോലെ നോവുമ്പോഴും പരാതിപ്പെട്ടില്ല. മോഡേൺ ഡ്രസ് എന്ന പേരിൽ അഴകളവുകൾ വെളിവാകുന്ന വസ്ത്രങ്ങൾ തന്ന് അത് ധരിച്ച് തന്നെ ആളുകൾക്കിടയിൽ കൊണ്ടുപോകാനുള്ള അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാഞ്ഞതും തന്റെ തെറ്റ് തന്നെ. ഇന്നത്തെ കാലഘട്ടത്തിനൊത്ത് തനിക്ക് മാറാൻ പറ്റാത്ത എങ്ങനെ അയാളുടെ തെറ്റാവും? കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി അയാളുടെ എല്ലാ സങ്കല്പങ്ങൾക്കും യോജിച്ചവളാണെന്നും ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ഉമേഷേട്ടനോട് യാതൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. എന്തിന് ദേഷ്യം? താനൊന്നിനും കൊള്ളാത്ത ഒരുത്തിയാണ്. അയാളുടെ ജീവിതം എന്തിനു നശിപ്പിക്കണം? ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 1 വയസ്സ് മാത്രം പ്രായമുള്ള കാശിയെ തനിക്ക് വേണം. അയാൾ സന്തോഷത്തോടെ അംഗീകരിച്ചു. പുതിയ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞ് ബാധ്യതയാണെന്നറിയാവുന്നതുകൊണ്ടാവാം അങ്ങനെ കൈക്കുഞ്ഞുമായി 4 ജില്ലകൾ താണ്ടി വീണ്ടും സ്വന്തം നാട്ടിൽ. എതിർപ്പുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം അനുഭവിച്ചിട്ടും തോറ്റില്ല. ഇങ്ങനൊരു മകനില്ലെന്ന് അമ്മ തീർത്തു പറഞ്ഞപ്പോഴും തളർന്നില്ല. ഭർത്താവ് തിരിച്ചെന്ന സ്വർണം വിറ്റും ലോൺ എടുത്തും പണ്ട് അച്ഛന്റെ സ്വത്ത് പങ്കുവെച്ചപ്പോൾ തനിക്ക് കിട്ടിയ പഴയ വീട് പുതുക്കി പണിതു. ബാക്കിയൊക്കെ അമ്മയും ഏട്ടനും സ്വന്തമാക്കിയപ്പോഴും പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇനിയുള്ള കാലം ജീവിക്കാൻ തനിക്ക് മോൻ മാത്രം മതിയെന്ന ചിന്ത. അതിലേക്കാണ് നിഖിൽ സൗഹൃദം എന്ന പാലം വഴി അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നത്. സാരമില്ല, അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവൾ സ്കൂട്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു.
ആദി, നീയൊന്നും പറഞ്ഞില്ല. മണി പ്രതീക്ഷയോടെ ആദിത്യനെ നോക്കി. ബാറിന്റെ ഇരുണ്ട മൂലയിലിരിക്കുകയാണ് രണ്ടുപേരും. അവനൊരു കയ്യിൽ മധ്യ ഗ്ലാസും മറുകയിൽ സിഗരറ്റും പിടിച്ച ആലോചനയിലാണ്. ഏടാ മോനെ, ഇതിലിത്ര തലപോക്കാൻ എന്തിരിക്കുന്നു? ഏയ്, അതൊന്നും ശരിയാവില്ല മണിയേട്ടോ. എന്തുകൊണ്ട്? അങ്ങേരാ വീട് വിട്ട് വരില്ല, അത് തന്നെ കാരണം. അതിന് കൂടെ വരുന്നോന്ന് നീ ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? അത് ആദിത്യനൊന്ന് പതറി. ഇല്ല അല്ലേ? എടാ, മോഹനേട്ടന് വയസ്സിത് എത്രയായി? നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ നാട്ടിൻപുറത്ത് ഒറ്റപ്പെട്ട വീട്ടിൽ അങ്ങനെ തനിച്ചാക്കി നീ ഇവിടെ എങ്ങനെയാ സമാധാനത്തിൽ ഉറങ്ങുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ആദിത്യൻ സിഗരറ്റ് കുത്തിക്കെടുത്തി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛനെ എനിക്കറിയാവുന്ന പോലെ മണിയേട്ടൻ അറിയില്ലല്ലോ. പ്രണയം എന്തെന്ന് ഞാൻ പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. അമ്മ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് ഇന്നും അച്ഛൻ അമ്മയെ പ്രണയിക്കുന്നു. അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട് വിട്ട അച്ഛനെ ഞാൻ നിർബന്ധിക്കുന്നതിലും വലിയ ദ്രോഹം എന്താണുള്ളത്? സ്വന്തം മണ്ണിൽ നിന്നും വാടക വീട്ടിലേക്കുള്ള പറിച്ചിടല് അച്ഛനെ മാനസികമായും ശാരീരികമായും തളർത്തും. അത് വേണോ? വേണം. മണിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് തീരെ വയ്യ. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഒത്തിരി നിർബന്ധിച്ച എൻ്റെ കൂടെ ഇവിടേക്ക് വരാൻ. കേൾക്കണ്ടേ? എന്തായാലും നീ പോയെന്ന് വിളിക്കും. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ മൂദേവി സമ്മതിക്കോ അവളെ താമസിപ്പിക്കാൻ? ആര്? ഗീതു മോളോ? അതെ. എടാ, അതൊരു പാവം കൊച്ചാ. ഒവ്, ഇത്രയും ആർത്തി പൈസയോട് പാടില്ല. ചാവുമ്പോ കൊണ്ടുപോകുന്നില്ലല്ലോ. എനിക്ക് സാലറി വരാൻ ലേറ്റ് ആയതുകൊണ്ടാ, അല്ലാതെ അവളെ പറ്റിക്കാൻ നോക്കിയൊന്നുമില്ല. പിന്നെ ഈ മാസത്തെ കാര്യം, സ്കൂളിലൊരു കുട്ടിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. ആ കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ല. അതിന്റെ ക്ലാസ് ടീച്ചർ എന്നതിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് തോന്നി. കയ്യിലുള്ള മൊത്തെടുത്ത് ആശുപത്രി ചിലവുകൾ നടത്തി. ആ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാ അവർ കഴിയുന്നു. കുറച്ചുനാൾ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അസുഖം മാറുന്നവരെ 2 കുഞ്ഞുങ്ങളവരും പട്ടിണിയേക്കേണ്ടി വരില്ലെന്ന് ഓർത്തപ്പോ സാലറി കിട്ടിയത് അവരെ ഏൽപ്പിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. അത് കിട്ടിയാൽ വാടക കൊടുക്കാന്നാ കരുതിയത്. അതിനുള്ളിൽ അവൾ വന്ന് ചീത്ത വിളിച്ചു. എനിക്കും അഭിമാനം എന്നൊന്നുണ്ടല്ലോ. അന്ന് ഉച്ചക്ക് അവൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ പോയി കാശ് കൊടുത്തു. വേറെ വീട് സെറ്റായി അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. മണി ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം ഒറ്റവലി കുടിച്ച് അച്ചാറ് തൊട്ട് നാവിൽ വെച്ചു. ഒരാളെ സഹായിച്ച് വളരെ നല്ല കാര്യം തന്നെ, സമ്മതിച്ചു. നിന്റെ ഭാഗം ഞാൻ കേട്ടല്ലോ. ഇനി അവളുടെ ഭാഗം നീ കേൾക്ക്. തനിച്ച് താമസിക്കുന്ന ഒരു പെണ്ണ് നിന്നെ ആ വീട്ടിൽ താമസിപ്പിച്ചെന്നെ വലിയ കാര്യമാണ്. ലക്ഷപ്രഭു ആയതുകൊണ്ടൊന്നല്ല അവൾ ആ വീട് ഈ കോലത്തിലാക്കിയത്. അമ്മയും ഏട്ടനെല്ലാം കൂടെ കാണുന്ന വിശ്വാസത്തിലാ. പക്ഷെ മുകളിലത്തെ നില വാർത്തു തുടങ്ങിയപ്പോഴാ സ്ത്രീ പറഞ്ഞ് മോന്റെ കൂടെ തൂത്തുക്കുടിയിൽ കഴിയാൻ ആഗ്രഹമെന്ന്. അവള് തടഞ്ഞില്ല. ടൗണിലെ നല്ല വില കിട്ടുന്ന സ്ഥലം ഏട്ടന് കൊടുത്തു എന്നറിഞ്ഞപ്പോഴും അവളൊരക്ഷരം മിണ്ടിയില്ല. ഈ വീടോ നിൽക്കുന്ന 8 സെന്റ് സ്ഥലവും മാത്രമാണ് ആ പെണ്ണിന് ആകെ ഉള്ളത്. കുറേ ലക്ഷങ്ങളുടെ കടവും. നീ കൊടുക്കുന്ന വാടക കൊണ്ട് അതിൻ്റെ 100 ആവശ്യങ്ങൾ ഒരെണ്ണെങ്കിലും നടക്കുന്നുണ്ട്. അത് വൈകിയാൽ ചിലപ്പോൾ കണക്കൂട്ടൽ തെറ്റുന്നുണ്ടാവും. വാടക വൈകിയതിന് വഴക്കുണ്ടാക്കിയ കാര്യം നീ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. അവൾ ഈ നേരം വരെ നീ വാടക കൊടുക്കാൻ വൈകുന്നൊരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പം മനസ്സിലായോ? കാര്യം അറിയാതെ കുറ്റപ്പെടുത്തരുതെന്ന്. ആ, നിങ്ങൾ അവളെ എടുത്ത് തലയിൽ വെച്ചോ? ആദിത്യന് എഴുന്നേറ്റു. ഞാൻ പോട്ടെ, ഇനി പെഗ് പറയണം? വേണ്ട. നിന്റെ ബൈക്കോ? അതിന് കുറച്ച് പണിയുണ്ട്, വർക്ക്ഷോപ്പിൽ കയറ്റി. മണിയുടെ വരുന്നില്ലേ? ഇല്ലടാ, ഇന്ന് രാത്രി ഞാൻ വൈഫ് ഹൗസിലേക്കാ. ആദിത്യൻ പുറത്തിറങ്ങി ആദ്യം കണ്ട ഓട്ടോ കൈ കാണിച്ചു. ഓട്ടോ അവനെയും കൊണ്ട് യാത്ര തുടങ്ങി. വീടെത്താറാകുമ്പോഴേക്കും ശക്തമായി മഴ പെയ്തു. ഗേറ്റിനരികെ നിർത്തി കാശ് കൊടുത്ത് മുകളിലേക്കുള്ള സ്റ്റെപ്പിന് നേരെ ഓടുമ്പോഴാണ് സിറ്റ് ഔട്ടിൽ കൂനിക്കൂടിയിരിക്കുന്ന രൂപം ശ്രദ്ധയിൽപ്പെട്ടത്. അവനൊന്നുകൂടി സൂക്ഷിച്ചു നോക്കി. കാശിനാഥായിരുന്നു അത്. തണുപ്പ് കാരണം കുട്ടി വിറക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ആദിത്യൻ അങ്ങോട്ട് ചെന്നു. ഹലോ. ശബ്ദം കേട്ട് കാശി മുഖമുയർത്തി നോക്കി. ആദിത്യനെ കണ്ടത് ആ കണ്ണുകളിൽ ആശ്വാസമോ ഭയമോ എന്ന് തിരിച്ചറിയാനാവാത്ത ഭാവം പ്രകടമായി. എന്തിനേയും തണുപ്പ് തിരിക്കുന്നത്? ആദിത്യൻ തന്റെ സ്വരം പരമാവധി മയപ്പെടുത്തി ചോദിച്ചു. അത് അപ്പോഴാണ് കുട്ടിയുടെ അരികിൽ സ്കൂൾ ബാഗും കണ്ടത്. എന്തുപറ്റി? രാവിലെ കീ എടുക്കാൻ വിട്ടുപോയി എങ്കിൽ ഇനി അമ്മ വരണം. സ്കൂൾ വിട്ടു വന്നപ്പോൾ തൊട്ട് ഇവിടെ ഇരിക്കുകയാണോ? അടുത്ത വീട്ടിൽ ചെന്ന് അമ്മയെ ഫോൺ ചെയ്തൂടെ? അവിടെ ആരുമില്ലെങ്കിൽ ടൂർ പോയിരിക്കുക. ആദിത്യൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. വാ, നമുക്ക് വഴിയുണ്ടാക്കാം. വേണ്ടെങ്കിൽ അവൻ പേടിയോടെ പറഞ്ഞു. ചേടാ, ഞാൻ ഇയാളെ പിടിച്ച് വിഴുങ്ങിയൊന്നുമില്ല, പാടോ. അവൻ കാശിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മഴ ആർത്തലച്ച് പെയ്യുകയാണ്. ആദിത്യൻ കുട്ടിയെടുത്ത് സ്റ്റെയർ കേസ് ഓടിക്കയറി. മുകളിലെത്തിയ ഉടനെ ഡോർ തുറന്ന് അവനെ നിലത്ത് നിർത്തിയൊരു ടവലെടുത്ത് തലയും ദേഹവുമൊക്കെ തുടച്ചു. പേര് കാശിനാഥ് എന്നാണല്ലേ? അതെങ്കിൽ കിടിലം പേരാണല്ലോ. എന്റെ പേരറിയോ? ആദിത്യൻ. കാശി നനഞ്ഞ ഡ്രസ്സൊക്കെ അഴിച്ചടാ, എന്നിട്ട് ടവലെടുത്തോ. അയ്യോ വേണ്ട. പറയുന്ന കേൾക്കണോ? എന്തിനാ നാണിക്കുന്നത്? നമ്മൾ രണ്ടാളും ആണുങ്ങളല്ലേ. ഇനി ഞാൻ തന്നെ ചുക്കാമണി കാണുന്നതാണോ പ്രശ്നം? എങ്കിലേ വാഷ്റൂമിൽ പോയിക്കോ. ഈ ഡ്രസ്സ് അവിടെയുള്ള ബക്കിൽ അഴിച്ചിട്ടേക്ക്. നാളെ ഞാൻ തന്നെ അമ്മയ്ക്ക് കൊടുത്തോളാം. കാശി തെല്ലും അടിച്ചു. പക്ഷെ അവൻ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. പതിയെ ബാത്റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി ടവലെടുത്ത് പുറത്തിറങ്ങി.
ആദിത്യൻ മറ്റൊരു ടവലെടുത്ത് അവന്റെ തോളിലൂടെ പതപ്പിച്ചു. തനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യേ. ആദിത്യൻ പുഞ്ചിരിച്ചു. പിന്നെ TV ഓൺ ചെയ്തു. കാശി ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാം. മുകൾ നിലയുടെ പുറകുവശത്തെ വരാന്ത ഒരു ചെറിയ കിച്ചണാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ആദിത്യൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി. തലയിൽ നിന്ന് വാങ്ങിയ ബ്രെഡ് ഇരിപ്പുണ്ട്. 2 ഓംലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ബ്രെഡ് ബട്ടറിൽ ചൂടാക്കിയതും പ്ലേറ്റുകളെടുത്ത് അവൻ കാശിയുടെ അടുത്ത് കൊണ്ടുവച്ചു. അതിനുശേഷം കോഫിയും ഉണ്ടാക്കി. കഴിക്കൂ. ഒരു പ്ലേറ്റ് കാശിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവനും ഇരുന്നു. കാശി അവനെ തന്നെ ഉറ്റുനോക്കിയാണ്. എന്താണോ? അങ്കിളിനോട് ദേഷ്യാണെന്നാണ് ഞാൻ കരുതിയത്. എന്തിന്? അറിയില്ല, അന്ന് ചുമരിൽ ബോളെറിഞ്ഞിന് വഴക്ക് പറഞ്ഞില്ലേ? എപ്പോ? ആദിത്യൻ ആലോചിച്ചു. പിന്നെ ചിരിച്ചു. ഞാനതിന് കാശിയല്ലല്ലോ, തൻ്റെ അമ്മയിൽ വഴക്കുറഞ്ഞു. അത് തന്നുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല. തൻ്റെ അമ്മയ്ക്ക് ഇതിന് ജാട കൂടുതലാ. അമ്മ പാവ, എല്ലാവരും അമ്മയെ വഴക്ക് പറയും. അമ്മൂമ്മയും അനിമാമനും എല്ലാം. ഞങ്ങൾക്ക് ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ വാക്കിലെ വേദന ആദിത്യന്റെ ഹൃദയത്തിലേക്കും പടർന്നു. അവൻ ബ്രെഡും ഓംലെറ്റും പൊട്ടിച്ച് കാശിയുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു. വാതുറക്ക്. കാശി അമ്പരപ്പോടെ ആദിത്യനെ നോക്കി. അവന്റെ ജീവിതത്തിൽ അമ്മയല്ലാതെ ആരും ഭക്ഷണം കൂട്ടിയിട്ടില്ല. അന്ന് എൻ്റെ മൈൻഡ് തീരെ ഓക്കെ അല്ലായിരുന്നു. കാശി ഒന്ന് ഉറങ്ങാൻ വേണ്ടി മെഡിസിൻ കഴിച്ച് കിടന്ന് അപ്പോഴാണ് താൻ ബോളറിയുന്ന സൗണ്ട് കേട്ടത്. ഉറക്കം മുറിഞ്ഞോടെ തലവേദന തുടങ്ങി. ഒരുപാട് ദേഷ്യം വന്നു. എൻ്റെ തെറ്റാ, സോറി. കാശി അറിയാതെ വാ തുറന്നു അവൻ ബ്രെഡ് ഓംലെറ്റ് വെച്ചു കൊടുത്തു. കാശി എന്തിനാ ഒറ്റ കളിക്കുന്നത്? ഇവിടെ ഫ്രണ്ട്സ് ആരുമില്ലേ? ഉണ്ട്, പക്ഷെ എനിക്ക് അവരുടെ കൂടെ പോകാൻ ഇഷ്ടമല്ല. അതെന്താ? എല്ലാരും കളിയാക്കും, അച്ഛന് വേണ്ടാത്ത കുഞ്ഞലടാ നീ എന്നും പറഞ്ഞിട്ട്. ആദിത്യൻ അവനെ ഊട്ടിക്കൊണ്ടിരുന്നു. അങ്കിളെന്താ എന്റെ അച്ഛനെ പറ്റി എന്നോട് ചോദിക്കാത്തത്? അതോ, എനിക്ക് കാശിക്കുട്ടിനെ വിഷമിപ്പിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ തൻ്റെ അച്ഛൻ്റെ കാര്യം, തന്നെ പോലൊരു മെഡിക്കനെ ഉപേക്ഷിച്ച് അയാൾ ചെയ്ത മണ്ടത്തരാ. അത് പിന്നെ കാശി 5ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? അതെങ്ങനെ അറിയാം? തന്നെയും തന്നെ അമ്മയെയും കുറിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. ഇത്ര അടുത്ത് ഗവൺമെന്റ് സ്കൂളുണ്ടായിട്ടും തൻ്റെ അമ്മ എന്തിനാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കാതെ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? എന്തായാലും പഠിച്ച് നന്നായിട്ട് വലിയ നിലയിലെത്തണം. ആരാണെന്ന കാശിക്ക് ആഗ്രഹം? പൈലറ്റ്. മറുപടി പെട്ടെന്നായിരുന്നു. ആഹാ, സൂപ്പർ. അവൻ കാപ്പി ഊതി ചൂട് കുറച്ച ശേഷം കാശിക്ക് നൽകി. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഫ്രണ്ട്സ് അല്ലേ? കാശി തലവിളിക്ക്. അങ്കിൾ ഒന്ന് ചോദിച്ചോട്ടെ? എന്താണോ? ഞാൻ പുറത്തിരിക്കുന്ന കണ്ടപ്പോ എന്തിനാ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു ഫുഡ് ഒന്നും? ഇന്നലെ വരെ എന്നോട് മിണ്ടിയിരുന്നില്ലല്ലോ. ആദിത്യൻ ചാഞ്ഞിരുന്നു. അതോ, ഞാൻ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയി. ഇതുപോലെ അടച്ചിട്ട് വീണ് പുറത്ത് പെരുമഴയത്ത് തണുത്ത് വിറച്ചുകൊണ്ട് അമ്മയെയും കെട്ടിപ്പിടിച്ചറിയുന്ന ഒരു 10 വയസ്സുകാരനെ ഓർമ്മ വന്നു. അത് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായം എനിക്ക് ആയിട്ടില്ല. അവനും ദീർഘമായി നിശ്വസിച്ചു. പിന്നെ കാശിയെ നോക്കി. അതുപോട്ടെ, എന്നുള്ള പേടിയൊക്കെ മാറിയോ? സത്യമായിട്ട് എനിക്ക് കാശിയോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തന്നെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ ഞാൻ. രാത്രി അമ്മ വരുന്നവരെ താനിവിടെ ഒറ്റക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് തൻ്റെ അമ്മയുടെ സ്കൂട്ടിയുടെ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ TV ഓൺ ചെയ്യാറില്ല. ഇടയ്ക്ക് വരാന്തയിൽ ചെന്ന് ഗേറ്റ് ലോക്കാണെന്ന് ഉറപ്പിക്കും. അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് നല്ല ധൈര്യം. പിന്നെ അവർ ഒരുപാട് നേരം സംസാരിച്ചു. അവനോട് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ താനും ഒരു 10 വയസ്സുകാരനാവുകയാണെന്ന് ആദിത്യന് തോന്നി. ഗീതാഞ്ജലിയുടെ വണ്ടി ശബ്ദം കേൾക്കുന്നവരെ ആ സംസാരം തുടർന്നു. തൻ്റെ അമ്മയെത്തിയില്ല, വാ. ആദിത്യൻ എഴുന്നേറ്റ് കാശിയുടെ കൈ പിടിച്ചു. മഴ തോർന്നു കഴിഞ്ഞിരുന്നു. ഗേറ്റ് തുറന്ന് സ്കൂട്ടി അകത്തേക്ക് കയറ്റി തിരികെ ചെന്ന് ഗേറ്റ് അടച്ചു തിരിഞ്ഞ ഗീതാഞ്ജലി രണ്ടാളെയും കണ്ട് ഞെട്ടി. കാശിയുടെ വേഷം കണ്ടപ്പോൾ അത് ഇരട്ടിച്ചു. എന്താ കാശി ഇത്? രാവിലെ കീ എടുക്കാൻ മറന്നു അമ്മ. മഴ പെയ്തപ്പോൾ ഡ്രസ്സ് നനഞ്ഞു, അതാ ഞാൻ അങ്കിളുടെ കൂടെ. കാശിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആദിത്യനെ അവൾക്കറിയാം. ആദിത്യനെ അവൾക്ക് ഇഷ്ടമല്ലെന്ന് അവനറിയാം. ഇങ്ങ വാ, നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു താക്കോൽ പോലും മറക്കുന്ന സ്വഭാവം നല്ലതല്ല. അവൾ കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് തള്ളി. പോയി ഡ്രസ് ഇടാ. അതേ, പുറകിൽ ആദിത്യന്റെ ശബ്ദം. അവൾ തിരിഞ്ഞു. മോനെ വഴക്കുറയണ്ട, മറന്നു പോകുന്നൊക്കെ സ്വാഭാവികമാണ്, കുട്ടിയല്ലേ. ഓ ആയിക്കോട്ടെ, എന്തായാലും സഹായത്തിന് നന്ദി. ഇനി ഞാൻ എന്താണോ വേണ്ടത്? ആ സ്വരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ ആദിത്യന്റെ മുഖം ചുവന്നു. അവനൊന്ന് ചുറ്റും നോക്കി ആരില്ലെന്ന് ഉറപ്പുവരുത്തി ഉമ്മറത്തേക്ക് കയറി. നിന്റെ ഈ അഹങ്കാരം ചെവിക്കല് നോക്കിയൊന്ന് തന്നാ മാറും. അത് കിട്ടാത്തതിന്റെ കുഴപ്പാ. മോനെ തനിച്ചോളത്തി എടുക്കുന്നതുകൊണ്ട് നീ വലിയ സംഭവമൊന്നല്ല. ആ കുട്ടി വൈകിട്ടെത്തിയ രാത്രി വരെ ഈ ചുമരൽക്കുള്ളിൽ തനിച്ചാ. രാവിലെ ഇത്തിരി നേരം, പിന്നെ അവധി ദിവസങ്ങളിൽ. ഇതാണ് നീ അവന് കൊടുക്കുന്ന സമയം. അവന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിനക്കറിയാം? പറ, കേൾക്കട്ടെ. ഗീതാഞ്ജലി ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയ മട്ടിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു എന്ന കുറ്റത്തിനാ നീ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്. അതെന്താടേ, ഞാൻ പിള്ളേരെ പിടിച്ച് വിഴുങ്ങോ? നീ കണ്ട ആണുങ്ങളെ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തരുത്. ഞാൻ കാരണം കാശിയുടെ മനസ്സ് വേദനിച്ചിൽ ഒത്തിരി കുറ്റബോധമുണ്ട്. അതുകൊണ്ടാ ഞാൻ അവനോട് അടുപ്പം കാണിച്ച്. ഇനിയും കാണിക്കും. നീ പോയി കേസ് കൊടുക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുക. അവൻ കുറച്ചുകൂടി അരികിലേക്ക് നീങ്ങി നിന്നു.
നിന്റെ തൊലി വെളുപ്പ് കണ്ട് മയങ്ങി മോൻ വഴി നിന്നെ വീഴ്ത്താ എന്ന പ്ലാനൊന്നും എനിക്കില്ല. ആദ്യത്തേന് പെണ്ണ് വേണമെങ്കിൽ വേറെ 100 എണ്ണം കിട്ടും. നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് എന്തിനാണെന്നറിയോ? എന്നെ കാണുമ്പോഴുള്ള ഈ പൂച്ച സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഞാൻ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ടോ? അല്ലെങ്കിൽ നീ കുളിക്കുമ്പോൾ എത്തി നോക്കിയോ? ഇല്ലല്ലോ. സോ ട്രൈ ടു കൺട്രോൾ യുവർ ബിഹേവിയർ. കാശി ഒരു ട്രൗസറും ബനിയനും ധരിച്ച് അങ്ങോട്ടേക്ക് വന്നു. അങ്കിൾ ഇതാ ടവല്. ആദിത്യനത് വാങ്ങി. അപ്പൊ കാശി ഗുഡ് നൈറ്റ്. അമ്മ വഴക്ക് പറയില്ല കേട്ടോ. ആദിത്യൻ പുഞ്ചിരിച്ചു. പിന്നെ ഗീതാഞ്ജലിയൊക്കെ അടുപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു. അമ്മ സോറി, എനിക്ക് തണുത്തിട്ടാണ് ഞാൻ അങ്കിളുടെ അടുത്തേക്ക് പോയത്. ഇനി കീ എടുക്കാൻ മറക്കില്ല, പ്രോമിസ്. ഗീതാഞ്ജലി അവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് കെട്ടിപ്പിടിച്ചു. സാരമില്ല, മോ വിഷമിക്കണ്ട. അത് പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അമ്മയുടെ കണ്ണീരിന്റെ അർത്ഥം അറിയില്ലെങ്കിലും കാശി ആശ്വസിപ്പിക്കുന്ന പോലെ അവളെ തലോടിക്കൊണ്ടിരുന്നു. നിനക്കിപ്പോഴും ദേഷ്യമാണോ എന്നോട്? നിഖിൽ വിഷമത്തോടെ ഗീതാഞ്ജലിയെ നോക്കി. എടി, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു, നീ പറ്റില്ലെന്നും പറഞ്ഞു. അതിനൊരു റീസൺ നീ തരാത്തോണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച്. എത്ര തവണ ഞാൻ സോറി പറഞ്ഞു. ഇനിയിപ്പോൾ നിന്റെ കാൽ പിടിക്കണം, അതും ചെയ്യാൻ ഞാൻ. ഗീതാഞ്ജലി പുഞ്ചിരിച്ചു. അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ മുമ്പിലായിരുന്നു രണ്ടുപേരും. പാടാ, എനിക്ക് എന്ത് ദേഷ്യം. അന്ന് നീ പ്രപ്പോസ് ചെയ്തപ്പോഴും വിടാതെ ശല്യം ചെയ്തപ്പോഴും സങ്കടം മാത്രമേ തോന്നിയത്. നീ എൻ്റെ നല്ല കൂട്ടുകാരനാ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഈ നിമിഷം വരെ നിന്നെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് മാറുകയില്ല. നിഴൽ പോലെ കൂടെ നടന്ന നീ പോലും എന്നെ മനസ്സിലാക്കില്ലെന്നോർത്ത് ഒത്തിരി കരഞ്ഞു. കല്യാണം, കുടുംബജീവിതം എന്നൊന്നും ഇനി ഇല്ലടാ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഒരു നല്ല ഭാര്യയാവാൻ കഴിയില്ലെന്നൊരിക്കൽ തെളിയിച്ചോളാം ഞാൻ. പക്ഷെ എനിക്കൊരു നല്ല അമ്മയാവണം. അതിനുള്ള പോരാട്ടത്തിലാ. ശരി ഗീതു, ഞാനിപ്പോ ഒന്ന് വേറെ കാര്യം പറയാനാ. അച്ഛൻ കൊണ്ടുവന്ന ഒരു ആലോചന ഏകദേശം ഉറപ്പിച്ചുമിട്ടാ. മാവേലിക്കരയാണ് പെണ്ണിന്റെ വീട്. ജർമ്മനിയിൽ നേഴ്സാണ്. 2 മാസം കഴിഞ്ഞ് അവൾ ലീവിന് വരും. അപ്പൊ കിട്ടെടുത്താനാ പ്ലാന്. ആണോ? കൺഗ്രാചുലേഷൻസ്. ഗീതാഞ്ജലി അവന്റെ കൈ പിടിച്ച് കുലുക്കി. നീ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് വരും. നിന്നെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സ് ആരെങ്കിലും ടച്ചിലുണ്ടോ? വിളിക്കാമായിരുന്നു. കെട്ടിന്റെ കൂടെ ഒരു റീയൂണിയനും. നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ ഞാനങ്ങനെ ആരോടും സംസാരിക്കാറില്ല. മുബീനിടയ്ക്ക് മെസ്സേജ് അയക്കും. അവളിപ്പോൾ ദുബായില്ല. അവൾക്ക് ഈ നൊസ്റ്റാൾജിയുടെ അസുഖം കൂടുതലുള്ള കാരണം ചിലപ്പോൾ പഴയ ഫ്രണ്ട്സിനോട് കണക്ഷൻ ഉണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ? കിട്ടിയാൽ നിനക്ക് തരാം, പോരെ? അത് മതി, ഞാൻ പോട്ടെടി, രാത്രി വിളിക്കാം. നിഖിൽ കാറിൽ കയറി. അത് റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗീതാഞ്ജലി ഷോപ്പിലേക്ക് നടന്നു. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. ആദിത്യ മോഹന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഈ സ്ഥലത്ത് പക്ഷെ ഇതിലും നല്ലവണ്ണം കിട്ടാനില്ല. അയാൾ ചിരിച്ചു. ഞാൻ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ഒരുത്തനൊന്നുമല്ല. ഉള്ള സൗകര്യം തന്നെ ധാരാളം. നിനക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നാൽ മതി. അയാൾ മുണ്ടിനെ തുമ്പുകൊണ്ട് കണ്ണടച്ചു. ഇവിടുന്ന് കുറെ ദൂരമുണ്ടോ നിന്റെ സ്കൂളിലേക്ക്? ഇല്ല, ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. ഭക്ഷണമൊക്കെ എങ്ങനെയാ? ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും, ചിലപ്പോൾ പുറത്തുനിന്ന്. പാചകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നത്? ഇനി മുതൽ ഞാൻ ഉണ്ടായിക്കോളാം. ഏയ്, അതൊന്നും വേണ്ട. അതെന്താ, ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കാനുള്ള മടിയാണോ? ആദിത്യനൊന്നും മിണ്ടാതെ തലവനിച്ചു. അങ്കിൾ, ഒരു വിളി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു. വാതിൽക്കൽ കാശിനാഥ് നിൽക്കുന്നുണ്ടായിരുന്നു. മോഹനെ കണ്ടതോടെ അവനൊന്ന് പരിങ്ങി. പിന്നെ മെല്ലെ പിൻവാങ്ങാൻ ശ്രമിച്ചു. ആദിത്യൻ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാട്ടിയെങ്കിലും അവൻ അവിടെ തന്നെ നിന്നതേയുള്ളൂ. ഏതാ ഈ കുട്ടി? ഹൗസ് ഓണറുടെ മോനാ. മോഹൻ കാശിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോന്റെ പേര്? കാശിനാഥ്. മോന് ഞാനാരാണെന്ന് മനസ്സിലായോ? ആ, അങ്കിളുടെ അച്ഛനല്ലേ? അത് കേട്ട് അയാൾ അർദ്ധഗർഭമായി ഒന്ന് ചിരിച്ചു. പിന്നെ ആദിത്യനെ നോക്കി. ഞാനൊന്ന് നടന്നിട്ട് വരാം. അധിക ദൂരമൊന്നും പോകണ്ട, വയ്യാത്തല്ലേ? എനിക്ക് അതിന് മാത്രം വയ്യായിക്കൊന്നുമില്ലടോ. കാശിയുടെ തലയിൽ വാത്സല്യത്തോളം തഴിയ ശേഷം മുണ്ട് മടക്കി കുത്തി അയാൾ പുറത്തിറങ്ങി. അച്ഛൻ ദേഷ്യക്കാരനാണ് അങ്കിളെ? അയാൾ പോയെന്ന് ഉറപ്പാക്കിയ ശേഷം കാശി ചോദിച്ചു. ഏയ്, ഒരു പാവ, വെറും പാവം. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ആദിത്യന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭൂതകാലത്തിന്റെ പൊള്ളുന്ന ഓർമ്മകൾ തികട്ടി വരികയാണ്. ഇത്രയും കാലം ഞങ്ങളൊന്നും മിണ്ടിയില്ല, ക്ഷമിച്ചു നിന്നു. പക്ഷേ ഇനി വയ്യ. മുറ്റത്ത് കൂടിയ ആൾക്കാരോട് അലറി വിളിച്ച് പറയും തന്റെ അമ്മാവനാണ്. കണ്ടവന്റെ കൂടെ കിടന്ന് വയറ്റിനുണ്ടാക്കിയവൾക്ക് അവിടെ സന്തതിക്കും ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും എന്റെ ഭാര്യയ്ക്കൂല. അച്ഛൻ ചത്തോളം അതൊക്കെ തീർന്നു. എന്നാലും ഉണ്ണിയാ നിന്റെ അനിയത്തിയല്ലേ? നാട്ടുകാരാരോ ചോദിക്കുന്നു. ഈ രാത്രി അവളും കുഞ്ഞ് എവിടെ പോവാനാ? എവിടെങ്കിലും പോയി തൊലയട്ടെ. ഞാൻ എന്തിനാന്നറിയണം? നാണം കിട്ടും തലകുനിച്ചാ ഇത്രയും കാലം ജീവിച്ചത്. ഇനി അത് വയ്യ. എടോ, അവള് മനഃപൂർവ്വം ചെയ്തോന്നല്ലല്ലോ. സത്യം എന്താണെന്ന് നാട്ടുകാർക്ക് ഇവിടുത്തെ നിയമത്തിനും അറിയാം. ആഹാ, എന്നാ ഉത്തമേട്ടം കൊണ്ടുപോയി പോറ്റ്. ഇവള് പറയുന്നത് നിങ്ങളൊക്കെ വിശ്വസിച്ചോ? എനിക്ക് കഴിയില്ല. ഇവള് കാരണം ഒരുത്തൻ തൂങ്ങി മരിച്ചു. അതും ഞങ്ങളുടെ അമ്മാവന്റെ മോൻ. അവൻ ഇവളെ ബലാത്സംഗം ചെയ്തു എന്നത് കള്ളക്കഥയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ പെണ്ണിന്റെ വാക്കിനാണല്ലോ ഈ നാട്ടിലൊക്കെ വില. പോലീസ് പിടിക്കെന്ന് പറയുന്ന ആ പാവം പോയി മരിച്ചു. എന്നിട്ടും അച്ഛനും മറ്റുള്ള എല്ലാവരും ഇവൾക്കൊപ്പായിരുന്നു. വേറെ ആരുടെയോ കൂടെ കിടന്നതിന് കിട്ടിയ ഈ സമ്മാനം ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ആണെന്ന് നിങ്ങളടക്കം എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ
അവനിവളെ സ്വന്തം അനിയത്തിയെ പോലെയാ കണ്ടെന്ന് അറിയാവുന്ന എനിക്കതിന് പറ്റില്ല. ഈ ആക്രോശങ്ങളെല്ലാം കേട്ട് ഒരമ്മ തന്റെ 10 വയസ്സുകാരൻ മോനെ നെഞ്ചോട് ചേർത്ത് ഉമ്മറത്തിന്റെ കോണിൽ കൂനിക്കൂടിയിരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് കരയാൻ പോലും കഴിയാതെ. അന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞ ഏതേലും ആശുപത്രി പോയി ഈ വിഷവിത്ത് കരിച്ചു കളയാൻ, കേട്ടില്ല. നിങ്ങൾ അവന്റെ മുഖത്തേക്കും നോക്കി ബാബുവിന്റെ എന്തേലും ചായ ഉണ്ടോന്ന്. ഇത് മറ്റാരുടെയാണ്, അത് ഏതവനാണെങ്കിലും തുറന്നു പറയാൻ ഒത്തിരി നിർബന്ധിച്ച അവൾക്ക് പക്ഷേ വയ്യ. ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവന് തന്നെ കെട്ടിച്ചു കൊടുക്കും ഞാൻ, അത് ഏത് ജാതിയും അതാണെങ്കിലും ശരി. ഉണ്ണി കുട്ടിക്ക് 10 വയസ്സായില്ലേ, ഓനിപ്പോ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. ഈ കുറച്ചുകൂടി മാന്യായിട്ടൊന്ന് സംസാരിക്ക്. ബഷീർക്കായി ഇതിന്റെ വീടാ, അത് ഓർമ്മ വേണം. ഈ മുറ്റത്ത് നിന്നിട്ട് നിങ്ങൾ എന്നെ മാനി തോടിപ്പിക്കണ്ട. വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കിന്ന് വരില്ല. ഇനി അവകാശം വേണമെങ്കിൽ അവള് കോടതിയിൽ പോട്ടെ, അവിടെ നേരിട്ടോളാം ഞാൻ. അയാൾ അകത്തേറി ഡോർ വലിച്ചടച്ചു. നാട്ടുകാർ കൂട്ടം കൂടി എന്തൊക്കെയോ പിറുവിറുത്തു. ഇടയ്ക്ക് സഹതാപത്തോടെ ആ അമ്മയും മകനെയും നോക്കി. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ പിൻവാങ്ങി തുടങ്ങി. ഒടുവിൽ ആ മുറ്റം ശൂന്യമായി. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അമ്മേ, തണുത്ത വിരൽ കൊണ്ട് അവൻ അമ്മയെ തോണ്ടി. എനിക്ക് വിശക്കണു. അതുവരെ നിർവികാരമായ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പിന്നെ കരച്ചിൽ മഴയേക്കാൾ ശക്തമായി. ഗതികെട്ട ഒരമ്മയുടെ കരച്ചിൽ. എന്നാൽ അതിനാരും കേൾവിക്കാരുണ്ടായിരുന്നില്ല. രാധികെ, സൗമ്യമായൊരു ശബ്ദം. അവൾ മുഖമുയർത്തി നോക്കി. മോഹനായിരുന്നു അത്. കുടമടക്കി വെച്ച അയാൾ ഉമ്മറത്തേക്ക് കയറി. ഞാൻ തിരുവനന്തപുരത്തിൽ ഓട്ടം പോയതാ, വന്നപ്പോഴെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയെന്നറിഞ്ഞ്. ഇനി എന്താ നിന്റെ പരിപാടി? അറിയില്ല മോനേട്ടാ, ഇവനെവിടെയെങ്കിലും ആക്കാൻ പറ്റിയാൽ മതി. എനിക്ക് വേറെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഓ, ചാവാനായിരിക്കും, മോഹനൻ പരിഹസിച്ചു. രാധിക നിശബ്ദമായി കണ്ണീർ വാർക്കുകയാണ്. തോൽക്കാൻ വേണ്ടിയല്ല നിന്റെ അച്ഛൻ ചേർത്ത് പിടിച്ചാൽ കൂടെന്നും. ചെയ്യാത്ത തെറ്റിന് ഇത്രയും കാലം നീ ശിക്ഷ അനുഭവിച്ചില്ലേ, ഇനി ഇവനെ കൂടി അനുഭവിപ്പിക്കണോ? അച്ഛൻ പോയില്ലേ മോനേട്ടാ, ഇനി എനിക്ക് ആരാ? വീണ്ടും മുള ചീന്തും പോലെയുള്ള കരച്ചിൽ. മോഹൻ കുട്ടിയുടെ നേരെ കൈകാട്ടി വിളിച്ചു. ആദിത്യ, വാ. അവന് കാര്യം മനസ്സിലായില്ല. മോഹനേട്ടൻ അവന് നന്നായിട്ട് അറിയാം. അവന്റെ അപ്പൂപ്പൻ ശിവൻകുട്ടിയുടെ ലോറിയിലെ ക്ലീനറായിരുന്നു മോഹനൻ. അപ്പൂപ്പൻ ഓടിക്കുന്ന ലോറിയുടെ സൈഡ് സീറ്റിൽ മോഹൻ എന്നും ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പച്ചക്കറികളും മറ്റും കൊണ്ടുവരുന്ന പണിയായിരുന്നു അവർക്ക്. ആദ്യത്തിന് 9 വയസ്സ് കഴിയുന്നവരെ ശിവൻകുട്ടി ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. പിന്നെ വയ്യാതായപ്പോൾ അത് വിറ്റു. വേറെ ഏതോ കമ്പനിയിൽ ജോലി കിട്ടിയ ശേഷവും മോഹനൻ തന്റെ ആശാനെ കാണാൻ ആ വീട്ടിൽ വരാറുണ്ട്. അപ്പോഴേക്ക് കയ്യിൽ എന്തെങ്കിലും പലഹാരമുണ്ടാവും. ആരും കാണാതെയാണ് അത് ആദിത്യന് കൊടുക്കുക. കാരണം അവന്റെ അമ്മാവനോ അമ്മായിയോ അവരുടെ മക്കളോ കണ്ട് അവന് കിട്ടില്ല. അപ്പൂപ്പ മരിച്ചിട്ട് 1 മാസമായി. അതിനുള്ളിൽ തന്നെ ദിവസത്തിൽ 1 നേരം മാത്രം കുറച്ച് കഞ്ഞി കറിയൊന്നുമില്ലാതെ കുടിച്ചും ജീവിക്കാമെന്ന് ആദിത്യൻ പഠിച്ചു. അവന്റെ കുടുംബക്കാർ അവനെ ശീലിപ്പിച്ചു എന്നാണ് സത്യം. ഇറച്ചിയുടെയും മീനിന്റെയും ഒക്കെ വാസന മൂക്ക് തുളയ്ക്കുമ്പോൾ അവൻ നിറകണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി നടക്കും. വീണ് കിട്ടുന്ന മാങ്ങയോ പേരക്കയോ കഴിച്ച് തന്റെ വയറിന്റെ പരിഭവം തീർക്കും. ഇന്നത്തെ ദിവസമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെയും അമ്മയുടെയും വസ്ത്രങ്ങൾ ഒരു പഴയ ബാഗിൽ കുത്തി നിറച്ച് അമ്മാവൻ പുറത്താക്കിയതാണ്. മോഹനൻ വീണ്ടും വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് അരികിൽ ചെന്നു. നമുക്ക് പോവാം. എങ്ങോട്ടാ? ദൂരേക്ക്. അങ്ങ് ദൂരെ ഒരു നാട്ടിൽ എനിക്ക് ചെറിയൊരു വീടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ആരും പുറത്താക്കില്ല. അയ്യോ, അപ്പൻ്റെ സ്കൂളോ? ആ നാട്ടിൽ നല്ല സ്കൂളുണ്ട്, നമുക്കിനി അവിടെ പഠിക്കാം. അവിടെയും കുട്ടികൾ എന്നെ കളിയാക്കില്ലേ? അച്ഛനില്ലാത്തവരെന്ന് വിളിക്കില്ലേ? ഇല്ല. സത്യം? ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. സത്യം. എന്നാ പോവാം. പക്ഷെ അമ്മയും കൊണ്ടുപോകണം. ഇവിടുന്ന് അമ്മയും മാമനും അമ്മായും തല്ലും, വഴക്കും പറയും. ആരും നിങ്ങളെ തൊടില്ല. വേണ്ട മോനേട്ടാ, രാധിക കെഞ്ചി. ഇനി ഒരാൾ എന്നെ കൊണ്ട് നാണം കെടരുത്. മോനേട്ടന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അത് നടക്കില്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ. മോഹനൻ അവിടെ അരിയിലിരുന്നു. ശരിയാണ്, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. 20ാമത്തെ വയസ്സിൽ ശിവേട്ടന്റെ കൂടെ കൂടി ആ കാലം തൊട്ട് നീ എന്റെ മനസ്സിലുണ്ട്. വേറൊരുത്ത നിന്നെ കടിച്ചു കയറിയെന്നറിഞ്ഞ നിമിഷം ഒരു കത്തി മൂർച്ച കൂട്ടി അവന്റെ കഴുത്തിറക്കാൻ പുറപ്പെട്ടാ ഞാൻ. പക്ഷെ ഞാനെത്തും മുമ്പ് അവൻ സ്വയം ഒടുങ്ങി. മദ്യപിച്ച് ബോധമില്ലാതെ ഒരു മൃഗം ചെയ്ത ക്രൂരതക്ക് നീ എന്തിനാ ജീവൻ നശിപ്പിക്കുന്നത്? പലതവണ ചോദിച്ചല്ലേ. അന്നും കണ്ണുനീരായിരുന്നു നിന്റെ മറുപടി. വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ടെന്നും അതിനെ കളഞ്ഞാൽ നിനക്ക് അപകടമാണെന്ന് ശിവേട്ടൻ പറഞ്ഞപ്പോ എന്റെ കൂടെ പോരാൻ കെഞ്ചിയല്ലേ ഞാൻ. പറ്റാഞ്ഞിട്ട. രാധിക കൈകൂപ്പി. എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല. കണ്ണു നടക്കുമ്പോ കള്ളിന്റെ നാറ്റുള്ളൊരു വാമുഖത്ത് അമരുന്നു. എല്ലൊടിയുന്ന വേദനയ കുറെ കാലം മനസ്സിൽ തെളിഞ്ഞ്. ഏട്ടാന്ന് വിളിച്ച് പുറകെ നടന്നിരുന്ന എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നറിയില്ല. പേടിയുണ്ട ഞാൻ ആരോടും പറയാഞ്ഞത്. ഉറങ്ങാതെ എത്രയോ രാത്രികൾ എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ കുഞ്ഞു വയറ്റിൽ വളരുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ വേറെ വഴിയില്ലാതെ അച്ഛനോട് പറയേണ്ടി വന്നു. അതോടെ ശിവൻകുട്ടിയുടെ മോള് രാധിക ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണാണെന്ന പട്ടം ചാർത്തി കിട്ടി. മറ്റൊരുത്തന്റെ കൈകൾ കിട്ടിയിട്ട് ആവശ്യം പോലെ ഉപയോഗിച്ച് ഗർഭിണിയാക്കി എന്നെ തന്നെ വേണം നിങ്ങൾക്ക് ഭാര്യയായിട്ട്. നാളെ ഒരിക്കൽ
എന്നെക്കാൾ മുമ്പ് വേറെ ആൾ കണ്ട ശരീരത്തിൽ നിന്ന് തോന്നൽ നിങ്ങൾക്ക് വന്ന അന്ന് വീണ്ടും ഞാൻ തോൽക്കും. വേണ്ട. ആദിത്യന് അവർ പറയുന്നതിന്റെ അർത്ഥമറിയാതെ ബാഗിൽ തന്റെ പുസ്തകങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. മോഹനൻ അവളെ ബലം പ്രയോഗിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചു. കഴുത്തിൽ പേരിനൊരു താലി, നെറുകിൽ നിന്നുള്ള സിന്ദൂരം, അത്ര മതി. അതും എനിക്ക് വേണ്ടിയിട്ടല്ല, നാളെ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ആരും പരിഹസിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ വിരൽ തുമ്പിൽ പോലും ഞാനിനി തൊടില്ല. ശരീരമല്ല, നിന്റെ മനസ്സിലൊരിടം, അത്ര മതി എനിക്ക്. എന്നെ പറ്റിയെല്ലാം അറിയാലോ, നിങ്ങളെപ്പോലെ തന്നെയാ, ആരും ഇല്ലാത്തവൻ. ഞാൻ ചത്താലും കരയാൻ ആരെങ്കിലും വേണ്ടേ? സാധാപം കൊണ്ടൊന്നും അല്ലടും, അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. അയാൾ ആദിത്യന്റെ കൈ പിടിച്ചു, മറുകയിൽ ബാഗും. മഴയുടെ ശക്തി കുറഞ്ഞു വന്നു. രാധികയോട് കുടയെടുക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് വാതിൽ കുറച്ചു തുറന്ന് ഉണ്ണികൃഷ്ണൻ തല പുറത്തേക്കിട്ട്. ഓ, നീയാണോ അവസാനം രക്ഷകൻ എത്തിയല്ലേ? പഴിച്ചു പറ്റവളെ ഏറ്റെടുക്കാൻ വന്ന നന്മ നിറഞ്ഞ നായകൻ. എന്തായാലും കൊണ്ടുപോയിക്കോ. മോഹനൻ ബാഗ് രാധിയെ കൊടുത്തു. റോഡിൽ രണ്ട് ജീപ്പുണ്ട്, മോനെയും കൊണ്ട് അതിൽ പോയിരിക്കും. ആൾ ഭയത്തോടെ മോഹനെയും ഉണ്ണിയെയും നോക്കി. നിന്നോടല്ലേ പറഞ്ഞു? അയാൾ ശബ്ദമുയർത്തി. അവൾ പെട്ടെന്ന് ആദിത്യനെയും കൂട്ടി റോഡിലേക്ക് നടന്നു. മോഹൻ വീണ്ടും ഉണ്ണിയുടെ നേരെ തിരിഞ്ഞു. കരഞ്ഞു കളങ്ങിയ കണ്ണുകളോടെ ഇപ്പൊ പടിയിറങ്ങിയത് നിന്റെ അനിയത്തിയാ. അച്ഛൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം ഏട്ടനാണെന്നാ പൊതുവെ പറയാറ്. ആ നീ തന്നെ അവളെ ചവിട്ടി തേക്കുന്നു, കൊള്ളാടാ. അയാൾ മുണ്ട് മടക്കി കുത്തി. ബാബു അവളുടെ ശരീരത്തെ മാത്രം അപമാനിച്ച് സമയെടുത്തായാലും ആ മുറിവ് ഉണങ്ങും. പക്ഷെ കൂടെപ്പിറപ്പായ നീ അവിടെ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് അത് മരണം വരെ ഉണങ്ങില്ല. നിന്റെ അച്ഛന് ഞാനറിയാത്ത സ്വത്തൊന്നുമില്ലല്ലോ. ഈ ഓടിട്ട 3 മുറി വീടിനും 12.5 സെന്റ് സ്ഥലത്തിനും വേണ്ടിയാണ് നീ സ്വന്തം ചോരയെ നീചമായി പുറത്താക്കിയത്. നാളെ ഇതിലും വെച്ച് എന്തെങ്കിലും കിട്ടുന്ന സാഹചര്യം വന്നാ നീ ഭാര്യ വരെ കൂട്ടിക്കൊടുക്കൂടാ. ഉണ്ണീർഷ അലറിക്കൊണ്ട് മുന്നോട്ട് വന്നെങ്കിലും മുഖത്തെ ശക്തമായ ഇടിയേറ്റാൾ നിലത്തേക്ക് വീണു. മോഹനൻ അയാളുടെ നെഞ്ചിലും വയറിലും മാറി മാറി ചവിട്ടി. അകത്ത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയുടെയും മക്കളുടെയും നിലവിളി മുഴങ്ങിയപ്പോഴാണ് മോഹനൻ നിർത്തിയത്. ശിവേട്ടൻ പണ്ടേ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ കടിഞ്ഞൂൽ സന്തതി ഒരു പാഴ്മരമാണെന്ന്. നീ അത് തെളിയിച്ചു. ശിവേട്ട മരിച്ചിട്ട് 1 മാസം വരെ അവളെയും മോനെ ഇവിടെ താമസിപ്പിക്കാൻ തോന്നിയ നിന്റെ വലിയ മനസ്സിന് നന്ദി. അയാൾ ഉണ്ണികൃഷ്ണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് കസേരയിൽ ഇരുത്തി. ഇന്നുവരെ ഞാനൊരാളെയും തള്ളിയിട്ടില്ല. ആദ്യമായി നിന്നെ പോലെ ജന്തുവിനെ തല്ലേണ്ടി വന്നു. എടാ, അനുവാദം കൂടാതെ ഒരു പെണ്ണിന്റെ ദേഹത്ത് തൊടുമ്പോ അവർക്കുണ്ടാവുന്ന വികാരം കാമമല്ല, അറപ്പും വെറുപ്പുവാ. ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടേണ്ടി വരുന്ന നേരത്ത് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രയാണെന്ന് ഊഹിച്ചിട്ടുണ്ടോ? നിന്റെ പെൺമക്കൾക്ക് നാളെ ആ വിധി വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക. നാട്ടിലുള്ള ആണുങ്ങൾ ബാബുവിനെ പോലുള്ള നികൃഷ്ടന്മാരെ ഒറ്റപ്പെടുത്തും. എന്നാ നീയോ ഇരയാക്കപ്പെട്ട അനിയത്തെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞ് നടക്കുന്നു. നിനക്ക് കൊല്ലണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്താ ആ പെണ്ണും കുട്ടിയും തെരുവിലാവും. അങ്ങനെ സംഭവിച്ച ശിവേട്ടന്റെ ആത്മാവിനോട് ക്ഷമിക്കില്ല. പൊള്ളാ പന്നം. ഉണ്ണീർഷന്റെ മുഖത്തേക്ക് ആരിത്തുപ്പിക്കൊണ്ട് മോനും മുറ്റത്തേക്ക് ഇറങ്ങി. നേരിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ബഹളം കേട്ട് അവിടെ എത്തിയ ആൾക്കൂട്ടത്തെ ഗൗനിക്കാതെ അയാൾ ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാധികയെ നോക്കി. പോവാം. ആളൊന്നും മിണ്ടിയില്ല. ഈ നാടിന്റെ അതിർത്തി അടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലത്തിന്റെ വിഴുപ്പ് ഇവിടെ തന്നെ ഉപേക്ഷിച്ചേക്കണം. അതുവരെ വേണമെങ്കിൽ കരഞ്ഞോ, അതുവരെ മാത്രം. പക്ഷെ പിന്നീട് ഒരിക്കലും ഇന്നലകളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. മോന്റെ ഭാവി മാത്രമായിരിക്കണം ലക്ഷ്യം, കേട്ടല്ലോ? അതിനും മറുപടി ഉണ്ടായില്ല. ജീപ്പിൽ ആരണ്ട വെളിച്ചത്തിൽ അവരുടെ കവിളുകളിലെ കണ്ണീർ ചാലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മോഹനൻ ജീപ്പ് മുന്നോട്ടെടുത്തു. റോഡിൽ കെട്ടിയുന്ന മഴവെള്ളം തെറിപ്പിച്ചുകൊണ്ട് അത് പാഞ്ഞുപോയി. പൊളിഞ്ഞു വീടാറായ മതിലിന് നടുവിലെ കൊച്ചു വീട്. നിറം മങ്ങി അടർന്നു തുടങ്ങിയ പെയിന്റ് അതിന്റെ പഴക്കം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മുറ്റത്ത് പുല്ലും വള്ളിച്ചെടികളും പടർന്നു കിടക്കുന്നു. ഞാനിങ്ങോട്ട് വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ, അതാ ഇങ്ങനെ. മോഹനൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അമ്മ മരിച്ചോടെ ഇവിടെ ആരുമില്ലാതായി. പിന്നെ വന്നിട്ടെന്തിനാ? അന്ന് വിൽക്കാൻ ശ്രമിച്ചാ, ഉദ്ദേശിച്ച വില കിട്ടാത്തതുകൊണ്ട് നടന്നില്ല. അതിപ്പോ ഉപകാരമായി. സാരി തലപ്പ് കൊണ്ട് മൂടിപ്പൊതിച്ച് നിൽക്കുന്ന രാധികയും പുതിയ ചുറ്റുപാടുകൾ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ആദിത്യനെയും അയാൾ നോക്കി. ഇതിനി നിങ്ങളുടെ വീടാ, ഉള്ളത് കഴിച്ച് ഇവിടെ കൂടാം. അയാൾ വാതിൽ തുറന്നു. കയറുവാ. രാധിക മോനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. 2 ചെറിയ മുറികളും അടുക്കളയും മാത്രമുള്ള വീട്. പുക പിടിച്ച മേൽക്കൂര നിറയെ മാറാല കെട്ടിയിട്ടുണ്ട്. ചുമരിൽ ചിതലുകൾ ചിത്രം വരച്ചിരിക്കുന്നു. ആദ്യം ഞാൻ പോയി വല്ലതും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. അതിനുശേഷം ഇതൊക്കെ വൃത്തിയാക്കിയെടുക്കാൻ രാധിക സഹായിച്ചാൽ മതി. മറുപടി കാക്കാതെ മോഹനൻ പുറത്തേക്ക് നടന്നു. അമ്മേ, ഇനി മുതൽ നമ്മൾ ഇവിടെയാണ് താമസിക്കുക? ആദിത്യന് മറുപടിയായി രാധിക ഒന്ന് മൂളി. ആ കൊച്ചു വീട് പിന്നീട് ഒരു സ്വർഗം തന്നെയായിരുന്നു. പറമ്പ് വൃത്തിയാക്കാനും വീടിന് പെയിന്റ് അടിക്കാനുമെല്ലാം രാധികയും കൂടെ കൂടി. വർഷങ്ങൾക്ക് ശേഷം മോഹനൻ ആ വീട്ടിൽ പെണ്ണിനെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന കാര്യം നാട്ടിൽ പാട്ടാവാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ദൂരെ ഏതോ നാട്ടിൽ ഭാര്യയും മോനുണ്ടെന്ന കാര്യം മറച്ചു വെച്ചതിൽ പഴയ കൂട്ടുകാരും പരിചയക്കാരും പരിഭവിച്ചു. മോഹനെല്ലാം ചിരിയോടെ കേട്ടുന്നതേയുള്ളൂ. ആദിത്യനെ സ്കൂളിൽ ചേർക്കാൻ അയാൾ തന്നെയാണ് പോയത്. എല്ലാവരോടും അച്ഛന്റെ പേര് മോഹൻ എന്നാണെന്ന് പറയാൻ അയാൾ അവനെ പഠിപ്പിച്ചു. അവന് അതുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
തന്റെ അച്ഛനൊരു ചീത്ത മനുഷ്യനാണെന്നും അയാൾ അമ്മയെ ഉപദ്രവിച്ചെന്നുമൊക്കെയാണ് അവൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വിളിക്കേണ്ട പേര് തന്നെ അമ്മയെ സ്നേഹം കൊണ്ട് മൂടുന്ന മോഹനേട്ടനെ വിളിക്കുന്ന മോശമാണെന്ന് അവന് തോന്നി. മറ്റുള്ളവരോട് അയാൾ തന്റെ അച്ഛനാണെന്ന് അവൻ സമ്മതിച്ചു. പക്ഷെ ഒരിക്കലും ആ മുഖത്ത് നോക്കി വിളിച്ചിട്ടില്ല. മോഹൻ അത് കേൾക്കാൻ ഒരുപാട് കൊതിച്ചിരുന്നുവെങ്കിലും ആ കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നിർബന്ധിച്ചില്ല. കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. വിധി വീണ്ടും ഒരു ക്രൂരത കാണിച്ചു. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് രാധിക വീണുപോയി. ആദിത്യൻ അന്ന് +2 പഠിക്കുകയാണ്. അമ്മയുടെ അവസ്ഥയിൽ കരയാൻ മോഹൻ അവർ അനുവദിച്ചില്ല. ആദി, അമ്മയ്ക്കൊന്നുമില്ല, നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രം. അതോർത്ത് നീ വിഷമിച്ച് പഠിത്തത്തിൽ ഉഴപ്പരുത്. അമ്മയെ നോക്കാൻ ഞാനുണ്ട്. നല്ല മാർക്ക് വാങ്ങുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അയാൾ ധൈര്യം പകർന്നു. അതിനുശേഷമാണ് തന്റെ അമ്മ ആ മനുഷ്യന്റെ ആരാണെന്ന് ആദിത്യൻ മനസ്സിലാക്കി തുടങ്ങിയത്. അവിടെ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ അയാൾ വേറെ മുറിയിലാണ് ഉറങ്ങിയിരുന്നത്. രാധിക കിടപ്പിലായ ശേഷം അയാൾ അവളുടെ മുറിയിലേക്ക് താമസം മാറ്റി. രാവിലെ എഴുന്നേറ്റ് അവളെ ബാത്റൂമിൽ കൊണ്ടുപോകുന്ന കുളിപ്പിക്കുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നെല്ലാം അയാൾ തന്നെ. അപ്പോഴേക്ക് ആ കണ്ണുകളിൽ വല്ലാത്തൊരാനന്ദം ആദിത്യൻ കണ്ടു. അയാൾക്കതൊരു കടമയിലായിരുന്നു. അവളുടെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനുള്ള വ്യഗ്രത. ഇനിയും എന്തെങ്കിലും വേണോ എന്ന ആദി. ഡിഗ്രി പഠനകാലത്ത് ഒരിക്കൽ മുറിയിൽ നിന്ന് കഥ എഴുതാനുള്ള ശ്രമത്തിലായിരുന്നു ആദിത്യൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള ശീലമാണ്. അതിന് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ കഴിവ് തിരിച്ചറിഞ്ഞ് എഴുതാനുള്ള പേപ്പറുകളും പിന്നെ വായിക്കാൻ ഒട്ടനവധി പുസ്തകങ്ങളും മോഹൻ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവൻ എഴുതിയ കഥ ആഴ്ചപ്പതിപ്പിലൂടെ പുറത്തിറങ്ങാനും കാരണം അയാൾ തന്നെ. മറ്റേതോ ചിന്തയിൽ എഴുത്തു മുറിഞ്ഞപ്പോൾ ആദിത്യന് ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ മുറ്റത്ത് കസേരയിലെത്തിയ രാധികയുടെ മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് മോഹനൻ. ഡ്രൈവർ ജോലി ഉപേക്ഷിച്ച് അയാൾ കൂലിപ്പണിക്ക് പോയി തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതാകുമ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാമല്ലോ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അയാൾ ഒരിക്കലും രാധികയോ ആദിത്യനോ അറിയിച്ചിട്ടില്ല. ചികിത്സയുടെ ഫലമായി ഇന്ന് രാധികയ്ക്ക് വാക്കിന്റെ സഹായത്തോടെ കുറച്ചൊക്കെ നടക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ സംസാരിക്കാനും. എങ്കിലും പല കാര്യങ്ങൾക്ക് അവർക്ക് പരസഹായം വേണം. അതൊക്കെ ചെയ്തു കൊടുക്കാൻ മോഹന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എണ്ണ തേപ്പിക്കാൻ വിടാത്തോണ്ടല്ലേ ഇപ്പൊ നോക്ക്, മുഴുവൻ താരന. അയാൾ ശാസിക്കുന്നു. ആദിത്യനെ രണ്ടാളും കണ്ടില്ല. അവരവരുടേതായ ലോകത്താണ്. ആദിത്യനൊരു കൗതുകത്തിന് അവരുടെ സംഭാഷണത്തിനായി കാതോർത്തു. പണ്ട് എത്ര മുടിയുണ്ടായിരുന്ന, ഒത്തിരി കൊഴിഞ്ഞു. വയസ്സായില്ലേ മോനേട്ടാ? ആർക്ക്? നിനക്കോ? അപ്പൊ എന്റെ കാര്യോ? ഞാനല്ലേ കളവൻ? നിന്നെക്കാളും എത്ര മൂത്തതാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടി? അന്നെടുത്ത തീരുമാനം തെറ്റാണെന്ന് മോനേട്ടന് ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഏയ് ഇല്ലല്ലോ. അയാൾ അവിടെ നേരെ മുമ്പിലിരുന്ന് ആ കാലുകൾ മടിയിലേക്ക് വെച്ച് മുട്ടുവരെ എണ്ണ തേച്ച് തുടങ്ങി. അത് കള്ളം. മോനേട്ടൻ ചോരയും നീരുള്ള ആണ്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവും. അവർ സംസാരിക്കുന്ന വിഷയം താൻ കേൾക്കുന്നത് ശരിയല്ലെന്ന് തോന്നി ആദിത്യൻ എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. രാധു, എനിക്ക് കാമല്ല, സ്നേഹമാ. അയാളുടെ മറുപടി അവനെ പിടിച്ചു നിർത്തി. അതിനു വേണ്ടിയാണെങ്കിൽ എനിക്ക് വേറെ കെട്ടായിരുന്നല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്ത. ആർക്കും വേണ്ടാത്ത പെണ്ണിനും അവളുടെ കുഞ്ഞിനും വേണ്ടി നിങ്ങൾ എന്തിനാ വെറുതെ ജീവിതം നശിപ്പിച്ച്? ആര് പറഞ്ഞു ആർക്കും വേണ്ടെന്ന്? എനിക്ക് വേണമായിരുന്നു. നിന്നുള്ള സാതാപം കൊണ്ടല്ല കൂടെ കൂട്ടിയത്, ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാ. അയാൾ ചിരിച്ചു. പണ്ട് നിന്റെ വീടിനടുത്തുള്ള അമ്പലത്തില് ത്രിസന്ധ്യാ നേരം നീ ശിവേട്ടന്റെ കൂടെ വന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് നിന്റെ അമ്മയുടെ ജന്മദിനായിരുന്നു. നിനക്കന്നൊരു 17 വയസ്സൊക്കെ പ്രായം കാണും. ലോറി കഴുകിക്കഴിഞ്ഞ് അമ്പലക്കുളത്തിലൊരു കൊളിയും പാസാക്കി ഞാൻ തൊഴാൻ കയറുമ്പോൾ നീ ചുറ്റുവിളക്ക് തെളിയിക്കുന്ന കണ്ടത്. ചുവന്ന പാവാടയും ബ്ലൗസും ആയിരുന്നു വേഷം. കൈ നിറയെ കുപ്പിവളകള്, മുടിയിൽ തുളസിക്കതിര്. ശിവേട്ടനോടൊപ്പം തൊഴുത് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു. നീ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും കേട്ടില്ല. കൈകാലുകൾക്കൊക്കെ ഒരു വിറയല്, തൊണ്ട വരളുന്ന പോലെ, നിന്റെ കണ്ണുകളിൽ നോക്കാനാവാത്തൊരു പതർച്ച, മൂക്കിലരിച്ചു കയറുന്ന സുഗന്ധം നിന്റെയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം. അന്ന് തൊട്ടാ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയത്. അത് ശരീരത്തെയല്ല, നിന്റെ ശബ്ദം, ചിരി, ആ സുഗന്ധം. അതിനുവേണ്ടി മാത്രം ഓരോ കാരണങ്ങളുണ്ടാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, മോഹനൻ രാധികയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് ശാരീരിക സുഖത്തിന് വേണ്ടിയല്ല. എനിക്ക് നിന്നോടൊരു തരം ഭക്തിയാ, ആരാധന എന്നൊക്കെ പറയില്ലേ? നിങ്ങൾക്ക് വട്ട ആയിരിക്കാം. ഈ വട്ടില്ലെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചുപോയനെ രാധു. നീ ഇങ്ങോട്ട് വരുന്നവരെ ഇതൊരു കെട്ടിടം മാത്രമായിരുന്നു. ഇപ്പം ഇതൊരു അമ്പലം പോലെ പരിശുദ്ധ. എനിക്ക് നിന്നെ തൊടുയൊന്നും വേണ്ട. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതി. എത്ര രാത്രികളിൽ നീ ഉറങ്ങുന്നത് നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ടെന്നോ. അപ്പം കിട്ടുന്നൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. രാധികയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? എനിക്കെല്ലാവരെയും പേടിയും വെറുപ്പുമായിരുന്നു, അച്ഛനെയും ഏട്ടനെയും പോലും.
അയാളുടെ കാമപ്രാന്തിൻ്റെ ഓർമ്മപ്പെടുത്തലായ എൻ്റെ മോനോട് പോലും വെറുപ്പ് തോന്നി. പക്ഷെ അവന് നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ അതൊക്കെ അലിഞ്ഞു തീർന്നു. അവനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പനിച്ചു വയ്യാതെ കിടന്ന അവൻ്റെ അമ്മയെ സഹോദരൻ്റെ സ്ഥാനത്തുള്ള ആൾ നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജനിച്ചതെന്ന് അവൻ്റെ കുറ്റാകുന്ന എങ്ങനെയാ? മരണം വരെ അവൻ മാത്രം മതിയെന്നായിരുന്നു പിന്നെയുള്ള ചിന്ത. എങ്ങനെയെങ്കിലും ഒരു ജോലി, ദൂരെ എവിടെയെങ്കിലും ഒരു കൊച്ചു വീട്, അതൊക്കെ സ്വപ്നം കണ്ടതാ. പക്ഷെ അച്ഛനെ പേടിച്ച് ജീവിച്ച ഏട്ടൻ്റെ ഏടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അച്ഛൻ മരിച്ച മുതൽ ഞങ്ങൾ കണ്ടു. എന്നെയും മോനെയും പട്ടിണി കിട്ടിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അന്നൊന്നും ആരും ചോദിക്കാനില്ലായിരുന്നു. ഒടുക്കം വലിച്ച് പുറത്തിട്ട് വാതിൽ കൊട്ടിയടിച്ച ദിവസം ദൈവത്തെ പോലെ വന്നയാളാ നിങ്ങൾ. അന്ന് തൊട്ടൊരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ വീണുപോയപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ചു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും മോനും. രാധിക തേങ്ങി. ഇതിനൊന്നും പകരം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നീ തരുന്നുണ്ടല്ലോ. ആൾ എന്താണെന്ന അർത്ഥത്തിൽ അയാളെ നോക്കി. നിന്റെ സാമീപ്യം, പിന്നെ ഞാൻ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന പരിഗണന, എനിക്ക് വേണ്ടി അണിഞ്ഞ താലിയും സിന്ദൂരവും, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. എൻ്റെ മരണം വരെ ഞാൻ നിന്നെ സ്നേഹിക്കും. പിന്നെ ആദി, അവനെൻ്റെ മോൻ തന്നെയാ. ആർക്ക് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നതിനേക്കാൾ ആരാണ് മനസ്സിൽ ആ സ്ഥാനത്തെന്നാണ് പ്രധാനം. അവൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷെ പ്രകടിപ്പിക്കാത്തതിൻ്റെ കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പരാതിയുമില്ല. രാധിക അടുത്ത് വരാൻ ആംഗ്യം കാണിച്ചപ്പോൾ മോഹനൻ അനുസരിച്ചു. ആൾ മുഖമുയർത്തി അയാളുടെ കവിളിലൊരു ഉമ്മ നൽകി. അയാളുടെ കണ്ണുകളും നിറഞ്ഞു. സ്നേഹത്തോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അതുവരെ അവരെ നോക്കി നിന്നിരുന്ന ആദിത്യൻ പതിയെ അകത്തേക്ക് നടന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷൻ ഇങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ? അത്ഭുതം തോന്നുന്നു. യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത പ്രണയം. മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാൾ. ആ വ്യക്തിക്ക് താനും അമ്മയും ജീവനാണ്. തനിക്കും അയാൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ മുഖത്ത് നോക്കി അച്ഛ എന്ന് വിളിക്കുന്നത് അയാൾ അപമാനിക്കുന്ന പോലെ ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കാരണം തൻ്റെ അച്ഛനൊരു നികൃഷ്ടനാണ്. ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ തേടി പിടിച്ച് കൊന്നേനെ. ആ ചെകുത്താൻ കാരണമാണ് താനിന്ന് നശിച്ച ജന്മം ഉണ്ടായത്. അവൻ കാരണമാണ് അമ്മയുടെ സ്വപ്നങ്ങൾ ഇല്ലാതായത്. താൻ എല്ലായിടത്തും ഒറ്റപ്പെട്ടത്. ഇപ്പോഴിതാ 3 വർഷത്തെ പ്രണയം അവസാനിപ്പിച്ച് ഒരുത്തിപ്പോയതും അവൻ കാരണമാണ്. ആദി, എല്ലാം എൻ്റെ വീട്ടിലറിഞ്ഞു. അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഒരാഴ്ച മുമ്പ് കോളേജ് ലൈബ്രറി എടുത്ത് വെച്ച് ജിനി പറഞ്ഞ വാക്കുകൾ. അതൊന്നും അപ്പച്ചൻ്റെ ഒരു പ്രശ്നമല്ല. നീ നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ പഠിപ്പഴിഞ്ഞ് ജോലിക്കായാലും അപ്പച്ചൻ എന്നെ സമ്മതിച്ചേനെ. അതെന്താ, ഞാൻ നോർമലല്ലേ? ആണോ? ജിനി ചിരിച്ചു. നീ എന്നിൽ നിന്ന് പോലും എല്ലാം മറച്ചു വെച്ചില്ലേ? അപ്പച്ചൻ്റെ വകയിലൊരു കസിൻ നിന്റെ നാട്ടുകാരനായതുകൊണ്ട് സത്യം അറിഞ്ഞു. അല്ലെങ്കിൽ അവൾ കൈകൾ മാറിൽ കെട്ടി. പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് ആദി. ഒരു റേപ്പ് വിക്ടിമാണ് നിന്റെ അമ്മ. അത് പോട്ടേന്ന് വെക്കാം. അവരുടെ തെറ്റല്ലല്ലോ. അച്ഛന്മാരുടെ സ്വഭാവത്തിന് ചെറിയൊരു അംശമെങ്കിലും മക്കൾക്കും കിട്ടും. അങ്ങനെ നോക്കിയാൽ സ്വന്തം കുടുംബത്തിലെ പെണ്ണിനെ റേപ്പ് ചെയ്ത നിന്റെ അച്ഛൻ്റെ സ്വഭാവം നാളെ നിനക്കുണ്ടായാലോ എന്നാണ് എൻ്റെ വീട്ടുകാർ ഭയക്കുന്നത്. എനിക്ക് 2 അനിയത്തിമാരാണേ. അടി കിട്ടിയതുപോലെ ആദ്യം പൊളഞ്ഞു പോയി. ഇപ്പോൾ വരെ നീ ഒരു നല്ല മനുഷ്യനാ. നന്നായിട്ട് എഴുതും, പഠിത്തത്തിലും ബെറ്റർ. ബട്ട് അത് മാത്രം പോരല്ലോ. എടാ, നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. വീട്ടുകാർ ധിക്കരിച്ച് നിന്റെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് വയ്യ. ആരൊന്നും മിണ്ടിയില്ല. കള്ളന്മാരുടെ മക്കൾ കള്ളന്മാരും കൊലപാതകികളുടെ മക്കൾ കൊലപാതകികളാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മൗനം പാലിച്ചു. തൻ്റെ ജനനം വലിയൊരു തെറ്റാണ്, അതിനനുഭവിച്ചേ മതിയാവൂ. പിന്നീട് ജിനി കോളേജിൽ വന്നില്ല. താൻ അവൾ അന്വേഷിച്ചുമില്ല. അവൾ പറഞ്ഞു ശരിയാണ്. മോശക്കാരനായ ഒരാളുടെ ചോരയാണ് തൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത്. മുറ്റത്തിരിക്കുന്ന 2 പേരൊഴികെ തന്നെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. തികട്ടി വന്ന കരച്ചിലടക്കാൻ പാടുവിട്ടുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു. നിഖിലിന്റെ കല്യാണം പ്രമാണിച്ച് അവന്റെയും ഗീതാഞ്ജലിയുടെയും ക്ലാസ്മേറ്റായ മുബീന നാട്ടിലെത്തിയിരുന്നു. അവളെ എയർപോർട്ടിൽ നിന്ന് നിഖിൽ പിക്ക് ചെയ്ത് നേരെ ഗീതാഞ്ജലിയുടെ ഷോപ്പിലെത്തിച്ചു. നിഖിൽ അവന്റെ കാറിലും ഗീതാഞ്ജലിയും മുബീനയും സ്കൂട്ടിയിലുമാണ് വീട്ടിലേക്ക് പുറപ്പെട്ടത്. വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് കാശിയും ആദിത്യനും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. മോഹൻ അത് നോക്കി മുകളിലെ ചാരുപടിയിൽ ഇരിക്കുന്നു. ആദിത്യനോട് കൂട്ടുകൂടുന്നതിൽ ഇപ്പോൾ അവൾ മോനെ വഴക്ക് പറയാറില്ല. കാരണം തന്റെ വീട്ടിലെ വാടകക്കാരന്റെ ഭൂതകാലം അവൾക്ക് ഇന്നറിയാം. ബ്രോക്കർ മണി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ശരിക്കും കരഞ്ഞുപോയി. പുറമേ ദേഷ്യക്കാരനും പരിക്കനുമായി അവൻ അനുഭവിച്ചൊക്കെ മറ്റുള്ളവർക്ക് കെട്ടുകഥയായി തോന്നിയേക്കും. അതുപോലെ മോഹനേട്ടനോടും അവൾക്ക് വലിയ ബഹുമാനം തോന്നി. അയാൾ മരണം വരെ ഭാര്യ എങ്ങനെയാണ് പരിചരിച്ചതെന്നൊക്കെ അവൾ അറിഞ്ഞിരുന്നു. മോഹനും അവളെയും മോനെയും വലിയ കാര്യമാണ്. അയാൾ അവിടെ താമസം തുടങ്ങിയ നാൾ മുതൽ ആ അടുപ്പമുണ്ട്, സ്വന്തം മോളോടെ എന്ന പോലെ. ആദിത്യം മാത്രം അവളോട് അധികം സംസാരിക്കാറില്ല. കണ്ടാൽ മൈൻഡ് ചെയ്യാതെ പോവും. സ്കൂട്ടി മുറ്റം നിർത്തിയ ഉടനെ ഗീതാഞ്ജലി മുകളിലെ നിലയിലേക്ക് നോക്കി. അച്ഛ, ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മുബീന. ആഹാ, എത്തിയോ? നീ ആ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും മോളെ. ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് വരാം, അയാൾ പറഞ്ഞു. മുബീന കാശിയെടുത്ത് വട്ടം കറക്കിയാണ്. നീ കുണ്ടോണി ആയാലൂടെ കാശി കിട്ടാ? ഞാനല്ല, ആന്റിയെ തടിച്ച്. എട കള്ള.
മുബീന കാശിയുടെ കവളിൽ ഉമ്മവെച്ചു. പിന്നെ ആദിത്യനെ നോക്കി. അവൻ ക്രിക്കറ്റ് ബാറ്റ് മുകളിലിട്ട് പതിയെ മുകളിലേക്കുള്ള പടികൾ കയറുകയാണ്. ഡി കക്ഷി നിന്നോട് ഇപ്പോഴും മിണ്ടാറില്ലേ? മുബീന ചോദിച്ചു. ഗീതാഞ്ജലി ഇല്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. ഗേറ്റിന് വെളിയിൽ കാറ് നിർത്തി മുബീനയുടെ ബാഗുമായി അങ്ങോട്ട് വന്ന് നിഖിൽ കുറച്ചു നേരം ആദിത്യനെ നോക്കി നിന്നു. നീ കയറുന്നില്ലടാ? ഇല്ല, ഇച്ചിരി തിരക്കുണ്ട്. കല്യാണത്തിന് അധിക ദിവസമല്ല, 2 നാളെ മുതൽ വീട്ടിൽ കാണണം. എത്തിക്കോളാം. ഗീതു, ഒരു മിനിറ്റ് വന്നേ. മുബീന ബാഗും എടുത്ത് കാശിയും കൂട്ടി വീടിനുള്ളിലേക്ക് നടന്നു. എന്താടാ? ഗീതാഞ്ജലി ചോദിച്ചു. ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ നോ പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ത്? ഗീതാഞ്ജലി നെറ്റി വിളിച്ചു. പൊട്ടം കളിക്കല്ലേ ഗീതു? നീ കാര്യം പറച്ചേക്ക. പണ്ട് കവിത എഴുത്തും വായനയിൽ ഏരിയ ഒരു ഗീതാഞ്ജലി ഉണ്ടായിരുന്നില്ലേ? അവൾ ഒരാളെ പ്രണയിച്ചിരുന്നു, ഒരു എഴുത്തുകാരൻ. ഒരിക്കൽ പോലും നേരിൽ ഒരു ഫോട്ടോയോ പോലും കണ്ടിട്ടില്ലെങ്കിലും അയാളുടെ കഥകൾ അച്ചടിച്ചു വന്ന മാസികകളും കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന ഗീതാഞ്ജലി. അവളുടെ ഹൃദയമിടിപ്പ് ചടുലമായി. അയാളെ നേരിട്ട് കാണുന്ന അതിയായിട്ട് ആഗ്രഹിച്ചു. ഒടുക്കത് നടക്കാതെ വന്നപ്പോൾ എന്റെയും മുബീനയുടെ മുമ്പിൽ നിന്ന് അവൾ കരഞ്ഞിട്ടുണ്ട്. മറന്നോ? നീ എന്താ ഈ പറയുന്നു? ആദിശേഷൻ എന്ന തൂലികാനാം മാത്രമേ നാഗം അറിയാമായിരുന്നു. നിനക്ക് വേണ്ടി ഞാനും അയാളെ കുറെ അന്വേഷിച്ചു, കിട്ടിയില്ല. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോടെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കുറച്ചു നാൾ മുമ്പാ ആദിശേഷന്റെ യഥാർത്ഥ പേര് ആദിത്യൻ എന്നാണെന്നും അയാൾ ഇവിടുത്തെ ഹൈസ്കൂളിൽ മലയാള അധ്യാപകനാണെന്നും ഞാൻ അറിഞ്ഞു. നീ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കില്ലെന്ന് തോന്നിയോണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫംഗ്ഷനിൽ വെച്ച് അയാളെ കാട്ടിത്തന്നിരുന്നു. കൂടുതലൊന്നും അന്വേഷിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. എനിക്ക് അന്നും ഇന്നും സാഹിത്യ അലർജിയാണല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു കാലത്ത് നിന്റെ ക്രഷാണ് പുതിയ വാടകക്കാരനെന്ന് നേരിൽ കണ്ട് ബോധിച്ചു. നിഖിൽ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. എടാ, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഗീതാഞ്ജലി വിക്കി. ഒവ്വ്. നിഖിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ഗീതു, നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നു. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പ്രപ്പോസ് ചെയ്യില്ലായിരുന്നു. അത്രയ്ക്ക് മോശമാണല്ലോ ഞാൻ. ഓൾറെഡി നിന്നോട് പിണക്കൊന്നുമില്ല. അതേ ചിരിയോടെ ഡോർ അടിച്ചുകൊണ്ട് നിഖിൽ കാറ് മുന്നോട്ടെടുത്തു. അത് കണ്ണിൽ നിന്ന് പറഞ്ഞിട്ടു ഗീതാഞ്ജലി അതേ നിൽപ്പ് തുറന്നു. ആദിശേഷം തന്നെയാണ് ആദിത്യൻ. അവൾ അവിശ്വസനീയതയോടെ തന്റെ വീടിന്റെ മുകൾ നിലയിലേക്ക് നോക്കി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.